മധ്യസ്ഥ ശ്രമങ്ങളിലൊക്കെ പരമാവധി വിട്ടുവീഴ്ചകളും എല്ലാവിധ വിട്ടുവീഴ്ചകളും ചെയ്ത് നമ്മുടെ പണ്ഡിതന്മാർ, ബഹുമാനായ പണ്ഡിതന്മാർ കൂടെ നിന്നു. അവർ വിളിച്ചെടുത്തൊക്കെ പോയി. അന്ന് പലരും ചോദിച്ചു, ഈ മുതലാളിമാരെ വീട്ടിലേക്ക് എന്തിനാ പോണത്? പ്രവാചകന്റെ ജീവചരിത്രത്തിൽ പോലും അതിനെതിരാ മാതൃക. പക്ഷെ ഇവിടെ എന്താണ്ടായത്? പ്രമാണിമാർ പറഞ്ഞു കൊടുത്താൻ നിന്നത്. ഈ പ്രമാണിമാരുടെ വീട്ടിലേക്ക് പോകേണ്ട സാഹചര്യത്തിൽ വേദനയോടെ പോയി കൊടുത്തിട്ടുണ്ട്. അംഗീകരിക്കേണ്ടടുത്ത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്, ഒപ്പിടേണ്ടടുത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്തായിരുന്നോ? തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ഈ സംഘടനയ്ക്ക് ഒരടക്കം സംഭവിക്കാൻ പാടില്ല. കേരളത്തിൽ നമ്മൾ തളർന്നാൽ ഈ സന്ദേശം പറയാൻ ഇവിടെ വേറെ ആരുമില്ല. അതുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഉള്ള അസ്വാരസ്യങ്ങളൊക്കെ, ആഭ്യന്തരമായി നടക്കുന്ന അസ്വാരസ്യങ്ങളൊക്കെ സ്വാഭാവികമായ ഒരു ആൾക്കൂട്ടത്തിൽ ഉണ്ടാകുന്ന കേവലം അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് പൊരുത്തപ്പെടാൻ പഠിക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് നമ്മളെ പണ്ഡിതന്മാർ ആ മധ്യസ്ഥ ശ്രമങ്ങളോടൊക്കെ രാജിയായത്. പക്ഷെ എന്താണ്ടായത്? ജുബൈർ മങ്കട പറഞ്ഞതുപോലെ ഒരിക്കലും ISMകാരെ കൂടെ നിർത്തില്ല എന്ന് തീരുമാനിച്ച് KNM വിഭാഗം മുന്നോട്ട് പോവുകയായിരുന്നു. എന്തിനായിരുന്നു? കൃത്യമായും ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അതിന്റെ കാരണം പറയാൻ പറ്റും. ഒരു കൃഷി നടത്തുമ്പോൾ, ഒരു കൃഷിക്ക് വേണ്ടി നമ്മളൊരു പറമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊന്നാണോ കൃഷി ചെയ്യാനൊരുങ്ങുന്നത് അതിനാവശ്യമായ, അതിനനുഗുണമായ ഒരു മണ്ണാണ് അതിന് ആ പറമ്പിലുള്ളതെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ കൃഷിയിൽ. അതല്ലെങ്കിൽ ആ ഗുണമുള്ള മണ്ണാക്കി മാറ്റുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതാണ് സംഘടനയിൽ നടന്നത്. എന്തൊക്കെയോ ഇവിടെ നട്ടുപിടിപ്പിക്കാൻ ആരൊക്കെയോ തീരുമാനിച്ചിരുന്നു. അതിന് കേരളത്തിൽ വേരോട്ടം കിട്ടിയ, സ്വീകാര്യത കിട്ടിയ, ആദർശ വിശുദ്ധി കൊണ്ട് സ്വീകാര്യത കിട്ടിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽവിലാസം തന്നെയാണ് ഈ ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ഏറ്റവും നല്ലത് എന്ന് കണക്കുകൂട്ടിയ ആരൊക്കെയോ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഈ ഇസ്ലാഹി കേരളത്തിന്റെ മണ്ണ് അന്ധവിശ്വാസ പ്രചരണത്തിന് വേണ്ടി പാകപ്പെടുത്തുകയായിരുന്നു ഈ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായും അതൊരു പ്രസംഗത്തിലൂടെയോ പ്രബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭാഷണത്തിലൂടെയോ ക്ലിപ്പിങ്ങിലൂടെയോ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടതില്ലാത്ത വിധം ഈ കാര്യം വളരെ വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചുറ്റും നടക്കുന്നത് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ഈ ആദർശ വ്യതിയാന ആരോപണം കടന്നു വന്ന സമയത്ത് ഇവർ ജമിയത്തുൽ ഉലമക്ക് കൊടുത്ത പ്രബന്ധത്തില് ഈ വ്യതിയാനം ഇവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ആരാന്ന് പറഞ്ഞിരുന്നു. അത് പറയുന്നത് അറബ് ലോകത്തെ പ്രമുഖമായ 3 സലഫി സംഘടനകൾ നൽകിയ മുന്നറിയിപ്പ്, സലഫികളായ അറബി ശൈഖുമാർ നൽകിയ അറിവ്, ഇവരൊക്കെയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഹുസൈൻ മടവൂരിനെ പോലുള്ള, CP പോലുള്ള, MT പോലുള്ള, അമ്മാങ്കോത്തിനെ പോലുള്ള, KK പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഇവർക്ക് ഊർജവും അടയാളവും നൽകിയത് എന്ന് ഇവർ തന്നെ ആധികാരികമായി പറഞ്ഞു. ജമിയത്തുൽ ഉലമക്ക് നൽകിയ പ്രബന്ധത്തിൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവും പൈതൃകവും അറിയുന്ന നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അപകടമാണ്. വിദേശ രാജ്യങ്ങളിലെ സംഘടനകളെയും വ്യക്തികളെയും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ കൈകടത്താൻ അവസരം നൽകുന്നത് അപകടകരമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഉദാഹരണങ്ങൾ പറഞ്ഞു. CP പോലുള്ള പണ്ഡിതന്മാർ അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു. KP മുഹമ്മദ് മൊലിയെ പോലുള്ളവർ അന്ന് എടുത്ത നിലപാട്, ഫറോക്ക് സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൽ അറബ് ലോകത്ത് നിന്നെത്തിയ ആളുകൾ, റാബിത്തയുടെ പ്രതിനിധികൾ ജമാഅത്ത് നേതാവിനെ സമ്മേളനത്തിൽ റാബിത്തയുടെ പ്രതിനിധിയായി പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ ഇത് പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനമാണ്, ഇവിടെ അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അറബികൾ ചൂടായി, പോവാൻ നിന്നു. ഇനി ഞങ്ങളുടെ സഹായങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. KP കുലുങ്ങിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭരായ അന്നത്തെ നേതാക്കന്മാർ ആരും കുലുങ്ങിയില്ല. ആരെങ്കിലും KP എന്ന് പോയി അനുനയിപ്പിക്കാനും പോയില്ല. KPയുടെ തീരുമാനം തന്നെ ശരി എന്ന് തന്നെയായിരുന്നു മൊത്തം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. അന്ന് അവരോട് KP പറഞ്ഞ ആ പ്രഖ്യാപനം എല്ലാ കാലവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രബോധകന്റെയും ഓരോ പ്രവർത്തകന്റെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. അറബ് നാട്ടിൽ എണ്ണ ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട് എന്ന് മുഖത്തു നോക്കി പറയാനുള്ള ചങ്കൂറ്റം KP മുഹമ്മദ് മൊലിക്ക് അന്നുണ്ടായി. പക്ഷെ ഇന്ന് ആ ആളുകൾക്ക് നമ്മുടെ സംഘടനയിൽ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാനുള്ള അവസരം നൽകുക, ഇവിടെ ആരാ സെക്രട്ടറി ആവേണ്ടത് എന്ന് അവിടേക്ക് അങ്ങോട്ട് കത്തെഴുതി ചോദിക്കാം. നിങ്ങൾക്കറിയാലോ, ആ സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല. സംഘടനയിൽ മധ്യസ്ഥന്മാർ നടത്തിയ തെരഞ്ഞെടുപ്പിൽ സെക്രട്ടറി സ്ഥാനം ഹുസൈൻ മടവൂരിൻ്റെത് അനുവദിക്കപ്പെടണമെങ്കിൽ അറബ് ലോകത്തെ ചില പണ്ഡിതന്മാരുടെ അനുമതി വേണമെന്നായിരുന്നു അന്നത്തെ ഒരു നിബന്ധന. ഈ അറബികൾ, ഈ ബാഹ്യശക്തികൾ
ഇവിടുത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ടാൽ ഇങ്ങനെ പലതും വരുമെന്ന് നമ്മൾ പറഞ്ഞു. ചിലരൊക്കെ അന്ന് നമ്മൾ അവഗണിച്ചു, നിങ്ങൾ വെറുതെ പറയാ അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇന്ന് സിഹറൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് നമ്മളന്ന് സൂചിപ്പിച്ചു. പക്ഷേ അന്ന് അതിനെ അവഗണിച്ച ആളുകൾ ഇപ്പൊ പറയണത് ഹദീസല്ലേ, ഓടുന്നത് ഖുർആനല്ലേ, അപ്പൊ ശരിയല്ലേ, പറയണത് മൗലവിയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. അത് അങ്ങനെ എത്താനുള്ള പണി വേറെ അവരെടുത്തിരുന്നു. അന്ധവിശ്വാസങ്ങൾ ജനങ്ങളിൽ വേരോട്ടം ലഭിക്കണമെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കുന്നത് ഇല്ലാതാവണം. ബുദ്ധി പ്രവർത്തിക്കുന്നിടത്ത് അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് മുജാഹിദുകൾ പ്രത്യേകിച്ചും. അത് മുജാഹിദുകൾ എന്ന് പറയുമ്പോൾ മുജാഹിദായിരുന്ന കാലത്ത് കെ സക്കരിയാക്കും ആ കാര്യം അറിവുണ്ടായിരുന്നു. അതേ ആവശ്യം എന്ന് പറയട്ടെ, അന്ന് മുജാഹിദായിരുന്ന കാലത്ത്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രമാണം എണ്ണുമ്പോൾ ഖുർആൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഹദീസ് എന്ന് മാത്രമല്ല സഹീഹായ ഹദീസ് എന്ന് കൂടി പറയാറുണ്ട്. ഇത് രണ്ടുമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ഈ പ്രമാണങ്ങളിൽ നിന്ന് ഉരുത്തിരിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കാലം കുറെ കഴിഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തിൽ മറ്റ് സമുദായങ്ങളിലൊക്കെ ഉള്ളതുപോലെ കണ്ടതും കേട്ടതുമൊക്കെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സമുദായത്തിലും ഇന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ വഴിയുണ്ടോ? ഖുർആനിൽ അങ്ങനെ ഉണ്ടോ? റസൂലിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സലഫുസാലികൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചിന്തിക്കുവാനുള്ള ഒരു മനസ്ഥിതി തന്നെ ആളുകൾക്കില്ല. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ പാപമായി പോകുമോ, തെറ്റായി പോകുമോ എന്ന് വരെ ആളുകൾ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് അതിനൊന്നും നേരല്ല, എന്താ അങ്ങനെ ചെയ്യണേ, എല്ലാവരും അങ്ങനെ ചെയ്യണം, അപ്പൊ ഞാനും അങ്ങനെ ചെയ്തു എന്ന് പറയുന്നിടത്തോളം മതപരമായ കാര്യങ്ങളിൽ ജനങ്ങൾ അധപ്പതിച്ചിരിക്കുകയാണ്. ഇന്ന് ഭൗതികമായ ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിയും ചിന്തയും ഒക്കെ ഉപയോഗിച്ച് അളന്ന് തൂക്കി തികച്ചും യുക്തിസഹമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ മതത്തിന്റെ കാര്യം വരുമ്പോൾ ബുദ്ധിയും ചിന്തയൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പതനമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ കാണുന്നത്. ഖുർആനും ഹദീസും മുന്നോട്ട് വെക്കുന്ന ആദർശം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചിന്തക്കും ബുദ്ധിക്കും പ്രാധാന്യം നൽകുന്ന ആദർശമാണ്. ചിന്തോദ്ദീപകമായ ആദർശം എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കാൻ പര്യാപ്തമാണ്. അഫലാത്ത അഖലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാത്ത തഫക്കർ, നിങ്ങൾ ഉച്ചാലോചിക്കുന്നില്ലേ എന്ന് ഖുർആൻ പലയിടത്തും ചോദിക്കുന്നുണ്ട്. ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹ് അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖലൂൻ. ചിന്തിക്കാത്ത ബധിരനും മൂമയുമാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടനായ ജന്തു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത്രയേറെ ബുദ്ധിക്കും ചിന്തക്കും പ്രാധാന്യം നൽകിയ ഒരു മതത്തിന്റെ അനുയായികൾ ബുദ്ധിയും ചിന്തയും തീരെ ഉപയോഗിക്കാതെ മുരട്ടുശീലക്കാരും അതുപോലെ തന്നെ ചിന്താശേഷിയില്ലാത്തവരുമായി അധപ്പതിച്ചതാണ് ഈ 1400 കൊല്ലത്തെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ? അന്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ചിന്തയോ ബുദ്ധിയോ ഒന്നുമില്ലാതെ കണ്ണടച്ചൊരു കാര്യത്തെ പിൻപറ്റുകയോ ഒരു കാര്യം വിശ്വസിക്കുകയോ ചെയ്തതാണ് അന്ധമായ നിലപാട് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറയാറുള്ളത്. അപ്പൊ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ അത് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ബുദ്ധിക്കത് യോജിക്കുമോ എന്നൊന്നും ചിന്തിക്കാൻ സമയം കണ്ടെത്താതെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, ആരെങ്കിലും പറഞ്ഞത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ അങ്ങനെ ചെയ്യാം. ഇതിനാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അനാചാരം എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. സക്കരിയ സ്വലാഹി തന്നെ പറയാം, ബുദ്ധി ഉപയോഗിക്കുന്നത് നിർത്തിയാൽ അന്ധവിശ്വാസം വരും. അത് സക്കരിയാക്ക് അറിയാമായിരുന്നു. അത് അറിയുന്ന പണിയല്ലേ പിന്നെ ചെയ്യാം. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താ നോക്കൂ, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ധാരയിൽ നിന്ന് പുറത്തു പോയപ്പോ മനുഷ്യബുദ്ധിയുടെ പരിമിതി ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുള്ളതുപോലെ നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യബുദ്ധിക്ക് അല്ലാഹു വിട്ടു തന്നിട്ടില്ല. ഒരു കാര്യം നന്മയാണെന്നോ തിന്മയാണെന്നോ തീരുമാനിക്കാൻ മനുഷ്യബുദ്ധിക്ക് പ്രാപ്തിയില്ല. സുഹൃത്തുക്കളെ, ഒരാൾ ബുദ്ധിക്കനുസരിച്ച് നോക്കുകയാണ്, ഈ പരിശുദ്ധ ഖുർആനിൽ പോലും ബുദ്ധിക്കെതിരാണെന്ന് പറയാൻ കാരണമാവില്ല. ഒരുപാട് മുഴുജത്തുകൾ അത് ബുദ്ധി കൊണ്ട് സ്ഥാപിക്കാൻ കഴിയുമോ നമുക്ക്? വേണ്ട ഈമാൻ കാര്യങ്ങൾ ഞങ്ങൾ എടുത്ത് നോക്കി, അതൊക്കെ പരീക്ഷണശാലി തെളിയിച്ചാലേ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതന്നല്ല യുക്തിവാദം എന്ന് പറയുന്നത്. ഒന്നും നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല. അപ്പൊ അവിടെ ബുദ്ധിക്കൊരു സ്ഥാനമില്ല. ഹജ്ജിന് പോകണം, ബുദ്ധി ജിദ്ദയിൽ വെച്ച് കൊണ്ടിരും. കാരണം എന്താ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞതിന് അനുകരിക്കല്ലാതെ അവിടെ യാതൊന്നുമില്ല. അവിടെ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. റസൂൽ എന്താ കാണിച്ചത് അത് അപ്രകാരം അനുകരിക്കുകയല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് ദീൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് തള്ളിക്കളയേണ്ടി വരും. ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നുള്ളത്, ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്ന വിഷയം കുത്തുബുകളിൽ ഇങ്ങനെ പറയപ്പോ ബുദ്ധി നമ്മളൊക്കെ യുക്തിവാദികളാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. നമ്മൾ യുക്തിവാദികളാ, നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നവരാ. ഇങ്ങനെ
ഉള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആളുകളെന്ന് മറിച്ചിട്ടിട്ട് ആദ്യം ചെറിയ അല്ലറ ചില്ലറ കുറച്ച് വിഷയങ്ങളിലേക്ക് തുടങ്ങി. സലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ വളരെ ഊന്നൽ നൽകിയിട്ട് ആളുകളിടയിൽ ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രചരിപ്പിക്കുകയും അതിലൊരു അഭിപ്രായത്തിന് വളരെ ഊന്നൽ നൽകുകയും മറ്റുള്ളത് ചെയ്യുന്നതിനൊക്കെ പഴച്ചവനായിട്ട് യുക്തിവാദിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന കുറേ വിഷയങ്ങൾ. സ്ത്രീകളുടെ മുഖം മറക്കൽ, സ്ത്രീകളുടെ ചേലാകർമ്മം, അതുപോലെ തന്നെ പറഞ്ഞ മുഷ്ടി ചുറ്റൽ, വിരലനക്കൽ, താടി, ചുരിദാറും സാരിയൊന്നും മുസ്ലിങ്ങളുടെ വേഷമല്ല എന്നുള്ള ഭയങ്കരമായ ഘോരം പ്രസംഗിക്കുകയാണ്. താടി വെട്ടാത്തവൻ സ്വർഗത്തിൽ പോവില്ല, അവൻ നരകത്തിൽ പോകാനുള്ളവനാണ്, താടി വടിക്കുന്നവൻ നരകത്തിലേക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിക്കുന്നത്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ. പിന്നെ ഈ നമുക്കറിയാം ഇപ്പൊ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിചിന്തനത്തിൽ പോലും ഉണ്ട് പല്ലിനെ കൊല്ലല്. പിന്നെ അതിലേക്ക് ഇങ്ങനെ പോവാണ്. എന്താ പല്ലി ചെയ്ത തെറ്റ്? ഇബ്രാഹിം നബിന്റെ തീയിലിട്ടപ്പം ആ തീ ആളി കത്തിക്കാൻ വേണ്ടി ഊതി. ഏതോ ഒരു പല്ലി അങ്ങനെ ചെയ്തിട്ടുള്ള എല്ലാ പല്ലികളെയും കൊല്ലാൻ തീരുമാനിക്കുക. ഇതാണ് ഇസ്ലാമിക് ഖുർആനിലെ വ്യക്തമായ തത്വത്തിനെതിരല്ലത്. പല്ലി വലിയ വിഷയാപ്പോ ഇവരുടെ തന്നെ പക്ഷത്തുള്ള ഇവരുടെ സംസ്ഥാന ഭാരവാഹിയൊക്കെ ആയിരുന്ന അബ്ദുറഹ്മാൻ ഇരുവേക്ക് ഈ വിഷയത്തിൽ ആദർശം കൈയൊഴിയാൻ അങ്ങനെയൊന്നും തയ്യാറാവാത്ത ഒരാളാണ്. അദ്ദേഹത്തെ ഈ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിൽ മുജാഹിദ് സെന്ററിൽ വിളിച്ചിട്ട് ഒരു വിചാരണ നടത്തി. ആ വിചാരണയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്ന കൂട്ടത്തിൽ ഈ പല്ലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോ. ഇനിയും ഗവിനെയും പറ്റി ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു പിന്നെ ഏപ്പിന്റെ അടുത്ത്. എന്നിട്ട് ഏപ്പിയും ജബർദാക്കുമാരിയൊക്കെ വിളിച്ചിരുന്നു. നമ്മളോട് അനുഭാവമാണ്, വിജയം കുറവാണെങ്കിലും പറയുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനമാണ്. നിങ്ങൾ ഹദീസ് നിഷേധിക്കുന്നുണ്ടോ എന്നോട് പറഞ്ഞ ഹദീസ് നിഷേധിക്കുന്നില്ല. എല്ലാ ഹദീസ് പോലെ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് അഭിപ്രായം ഉണ്ട്. നമ്മുടെ ഒന്നായിട്ട് ഈച്ച ചാടിയായിട്ട് ചത്ത് കിടക്കുകയല്ല. അവർക്കൊക്കെ ഇന്ന് കുടിക്കണ വലിയൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയൊരു ഈച്ച ചത്ത് ചാടിയാല് ചിലര് ഈ അബൂബക്കർ സലഫിയൊക്കെ പ്രസംഗിക്കുന്ന കേട്ടാലേ തന്നെ നായാടി ചായ ചാടിച്ച് കുടിക്കേണ്ട മാതിരി കുത്തിയാട്ട് പാനീയത്തി ചാടിയായി മുക്കി കുടിക്കണം പറഞ്ഞിട്ട് ഒരു ദിവസം ഉച്ചർന്ന് ഒരു 3/4 മണിക്കൂർ വരെ ഞങ്ങൾ സംസാരിച്ചു. ജമാൽ ചെറുവാടി പറഞ്ഞിട്ടൊരു ഷെയ്ത്താനുണ്ട്. മൂപ്പരാണ് ഒരു പണ്ഡിതനൊന്നല്ല, അതാണ് ഇവിടെ അടിച്ച് ചികിത്സ ചെയ്തത് ഇടവൻ. അപ്പൊ പിന്നെ വിളിച്ചിട്ട് പിന്നെ പോലീസ് വിളിച്ചു എന്നൊക്കെ നിങ്ങൾ ആരോടോ പറഞ്ഞു. പോലീസ് വിളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, നിങ്ങളൊരു അന്യ സ്ത്രീയെ ഇങ്ങനെ ചികിത്സ അടിച്ചോ? അപ്പൊ അടിച്ചു പറഞ്ഞു. മൂന്നടി അടിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളെ പോലീസ് അന്ന് പിടിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ പിടിച്ച് റിമാൻഡ് ചെയ്യണോ അന്യ സ്ത്രീയെ? അല്ല, അത് മറ്റേ കൗൺസിലിങ്ങിന്റെ ഭാഗമാണ്. അതിന് നിങ്ങൾക്ക് എന്താ കൗൺസിലിംഗ്? നിങ്ങൾ വ്യാജനല്ലേ ചോദിച്ചു. അതിന്റെ എന്ത് ഡിഗ്രിയാ ഉള്ളത്? എന്തെങ്കിലും നിങ്ങൾ പഠിച്ചണോ കൗൺസിലിങ്ങിനെ പറ്റി? കൗൺസിലിങ്ങാരെങ്കിലും പിന്നെ രോഗികളെ തല്ലലുണ്ടോ? അമ്മമാരെ കൗൺസിലിംഗ് നടത്തലുണ്ടല്ലോ അവിടെ ഡോക്ടർമാരും തല്ലലുണ്ടോ? എല്ലാമാരും തങ്ങന്മാരും തല്ലല് തങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എത്തി ബോക്കർ സെലഫിയായിട്ട് പറഞ്ഞെത്തി. ബോക്കർ സെലഫി എന്താ അറിയാം? സത്യം തുറന്നു പറയണം പറഞ്ഞു. അപ്പൊ എല്ലാ സത്യം നടന്നു പറയണോ വെച്ചു. പറയണോ അറിഞ്ഞു. അപ്പൊ എത്രയായി സമയം ചോദിച്ചു. രാത്രി 10 മണി കഴിഞ്ഞു പറഞ്ഞു. ഞങ്ങളോടായി അങ്ങാടി കൂടെ ഇപ്പൊ രാത്രി 10 മണി കഴിഞ്ഞു പറഞ്ഞ് സത്യങ്ങൾ വിളിച്ചാൽ നേരം നോക്കുമ്പോൾ നിങ്ങളെ സുരക്ഷത്തെ എത്തിക്കും ആളുകൾ പറഞ്ഞു. സത്യം പറയാറിഞ്ഞത് നമ്മളൊരു കാര്യം പറയേണ്ടി വരുമ്പോ പറയുന്നത് സത്യമായിരിക്കണം എന്നാണ്. രാവിലെ സൂര്യൻ ഉച്ചോക്കന് സൂര്യൻ ഉദിച്ചോ പറഞ്ഞിട്ട് നടന്ന ആണ്ടെന്നാ പറയാ. 35 ഹദീസോദിയാട്ട് ഇതിനെ കൊല്ലുന്ന ഫലായില് 35 ഹദീസ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന് മാത്രം പല്ലിയുണ്ടോ? അതായത് നമ്മളെ പള്ളിയിൽ കൈക്കൊക്കെ തച്ചല് ഫലായിൽ വാങ്ങാത്തൊക്കെ പല്ലിയുണ്ടോ വെച്ചു. അൽമനാർ കലണ്ടറിന്റെ ഹോട്ടലൊരു പല്ലിയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇനി ഒരാഴ്ചക്കാരൊക്കെ പാടെ വടിയായിട്ട് വന്ന് സുഖം കിട്ടാനേ പല്ലിനെ തന്നാല് നമ്മളെ സംഘടന അത് അതിജീവിക്കും, യാതൊരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് കിട്ടിയൊരു ഗുണം, സ്ത്രീകള് പുരുഷന്മാര് സാധാരണക്കാരുണ്ടല്ലോ. സാധാരണക്കാര് പണ്ടേ മുജാഹിദായേ ഓലൊക്കെ വല്ല അടിച്ച് നാട് നടത്തണ അറിയുന്ന ആളുകൾ. അങ്ങനെ കുറച്ച് സലായികളും ഓലെ ശല്യം നമുക്ക് നീക്കാൻ കഴിയും. അപ്പോ ഇങ്ങനെ ഓരോ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സാക്ഷാൽ ജിന്ന് രംഗപ്രവേശം ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് കേട്ടുകേൾവിയില്ലാത്തത്, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പക്ഷേ കേരളത്തിലെ ഇപ്പം നിലനിൽക്കുന്ന വർത്തമാന സമൂഹത്തിന് കേട്ടുകേൾവിയില്ലാത്ത കുറേ വാദങ്ങളുമായി ഇവർ പറഞ്ഞു. ഈ വരുന്നത് സ്വാഭാവികമായും തൗഹീദിനെയും ഈമാനെയും ഒക്കെ കടപിളക്കുന്ന വിധത്തിലുള്ള കുറെ വാദങ്ങളാണ്. ഏതോ ചില അത്ഭുതപ്പെടുത്തുന്ന ചില കഥകളെ മാത്രമല്ല, വിശ്വാസത്തെ
വേരടക്കം മുറിച്ചു മാറ്റുന്ന വിധത്തിലുള്ള കുറെ കാര്യങ്ങളുമായാണ് ഇവർ രംഗത്ത് വന്നത്. നമുക്കറിയാം, മറഞ്ഞ മാർഗത്തിലൂടെ ഗുണവും ദോഷവും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നത് സലാം സുല്ലമി പഠിപ്പിച്ചൊരു അബദ്ധമാണ് എന്നാണ് സക്കരിയ സലാഹി പറഞ്ഞത്. സംഘടനാ പിളർപ്പ് കഴിഞ്ഞ് ഇവരുടെ ഈ അന്ധവിശ്വാസത്തിന്റെ കൃഷി ഇവിടെ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്നാമത്തെ വെടിപൊട്ടിച്ചത് അങ്ങനെയായിരുന്നു. ഇവരൊക്കെ പഠിപ്പിച്ചാൽ സ്ഥിതി. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു, ഈ സലാം സുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ് ഇയാളെ കെണിയിൽ ഇസ്ലായി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. മറഞ്ഞ മാർഗത്തിലൂടെ ഹൈറും ഷർറും അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നത് അബദ്ധമാണ്. സലാം സുല്ലമി പഠിപ്പിച്ച അബദ്ധമാണെന്നാണ് പറഞ്ഞത്. അതിൽ പൊറുക്കലിനെ തേടുകയും ചെയ്തു അദ്ദേഹം. അതേ സക്കരിയ സലാഹി പണ്ട് മുജാഹിദായിരുന്ന കാലത്ത് ഹൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കൽ ഈമാൻ കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന പ്രസംഗവും നമ്മുടെ കയ്യിലുണ്ട്. ഈമാൻ കാര്യത്തിൽ 6ാമത്തെ കാര്യം എന്താ? ഹൈറും ചെറും അള്ളാഹുവിൽ നിന്നാണ്. അത് വിശ്വസിക്കണ്ടേ നമ്മള്? അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നതിലാണ് ഹൈറ്, മറവി പറ്റിയതാണ് ദോഷം എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അപ്പൊ ഹൈറും ചെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസത്തിൽ നമുക്ക് തെറ്റുപറ്റുന്നത് കൊണ്ടാണ് നിരവധി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും എടുത്തു പോകാതിരിക്കാൻ കാരണം. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ മതി. നമുക്ക് മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ഹൈറ് വരുത്താൻ പടച്ചവനെ സാധിക്കുള്ളൂ. മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ദോഷം വരുത്താൻ അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. മറ്റുള്ള നമ്മുടെ ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയതിനോ എന്തെങ്കിലും സാധനം കണ്ടതിനോ ഒന്നും നമുക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കണം. ആ വിശ്വാസത്തിൽ കുറവ് വന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില അന്ധവിശ്വാസങ്ങളൊക്കെ മൂടറുത്ത് നശിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത്. ഈ ഈമാൻ എങ്ങനെ ഒറ്റയടിക്ക് ഗൾഫിൽ നിന്ന് കുറെ ആളുകൾ കുറെ സംഗതികൾ ഇറക്കുമതി ചെയ്തപ്പോൾ ആണ് മാറിപ്പോയത്? ഇതിനൊക്കെ തുടക്കം കുറിക്കാൻ വേണ്ടി സക്കരിയ സലാഹി വേറൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചു. ജാമ്യയിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളോട് വസിയത്ത് എന്താ? ഈ നമ്മുടെ പണ്ടത്തെ പണ്ഡിതന്മാരൊക്കെ ഒരു സുന്നികൾ, നമ്മൾ KM മൗലവി പറഞ്ഞു, അലവി മൗലവി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആചരിച്ചു പോവുകയാണെങ്കിൽ സുന്നികളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ സ്വന്തമായി പഠിക്കണം, സ്വന്തമായി കിതാബുകളിൽ നിന്ന് കാര്യം കണ്ടെത്തണം. നമ്മുടെ തഫ്സീറുകളിലൊക്കെ കുറെ ലൈഫായ ഹദീസുകൾ കടന്നുകൂടിയിട്ടുണ്ട്, അതൊക്കെ തിരുത്തണം എന്നൊരു ആഹ്വാനം നടത്തി. നമ്മളിപ്പോ എന്താ അറിയോ, സുന്നികൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ തലമുറയായി പറയുന്നു. ഓലതങ്ങനെ അടുത്ത തലമുറയും പറയും അങ്ങനെ. നമ്മളും തന്നെ KM മൗലവി പറഞ്ഞു, അലി മൗലവി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു ഇപ്പോഴുള്ള കാരണന്മാർ പറയുന്നു, നമ്മളും ഒരേച്ച് പറയുന്നു. ആ അവസ്ഥ പോയിട്ട് അവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കണം, പഠിക്കണം. പക്ഷെ ഖുർആനിൽ ഹദീസിൽ സ്വന്തമായി നമ്മൾ കാണണം. സുഹൃത്തുക്കളെ, എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം നമ്മുടെ ജാമിയയിലെ വിദ്യാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഖുർആനും ഹദീസും പഠിച്ച് ദഅവത്ത് രംഗത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് ദുർബല ഹദീസുകൾ നമ്മുടെ പുസ്തകങ്ങളിൽ വന്നു പോയിട്ടുണ്ട്, നമ്മുടെ പരിഭാഷയിൽ വന്നിട്ടുണ്ട്, നമ്മൾ എഴുതിയ പല പുസ്തകങ്ങളിലും വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സുന്നികളും ജമാഅത്തുകാരും നമ്മളുമായി തർക്കമുള്ള വിഷയത്തിൽ മാത്രമാണ് നമ്മൾ സഹീഹുൽ ലൈഫും നോക്കിയിട്ടുള്ളത്. സഹീഹുൽ ലൈഫും തിരിക്കാൻ വേണ്ടി ഈ കാലമത്രയും പണിയെടുത്തവരുടെ പുസ്തകങ്ങളിൽ പോലും തർക്കമില്ലാത്ത വിഷയങ്ങളിൽ ഇഷ്ടം പോലെ ലൈഫുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധകരെന്ന നിലയ്ക്ക് നമ്മുടെ അടുത്തുള്ള പ്രവർത്തനം, നമ്മുടെ പുസ്തകങ്ങളിൽ നിന്നും പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും ദുർബല ഹദീസുകളെ മാറ്റി ശുദ്ധീകരിക്കുക, തസ്ബിയത്തിന്റെ പ്രവർത്തനം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ വന്നിട്ട് പിന്നീട് ഒരു പെരുമഴക്കാലമായിരുന്നു ഇവിടെ, അന്ധവിശ്വാസത്തിന്റെ ഒരു പെരുമഴക്കാലം. മുൻപറുകളിലാവട്ടെ, പ്രസംഗങ്ങളിലാവട്ടെ, കുടുംബയോഗങ്ങളിലാവട്ടെ, വ്യക്തിപരമായ ചർച്ചകളിലാവട്ടെ, ഒക്കെ കണ്ടമാനം അന്ധവിശ്വാസങ്ങൾ. അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ജിന്നാണ്. റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളെ തട്ടി മാറ്റിയത് ജിന്നാണ്. ജിന്നുകളെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി ഇൻഷാ അല്ലാഹ് പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിൻ്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പോൾ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. ആരാ പഠിപ്പിക്കുന്നത്? ആരാ പറയുന്നത്?
അള്ളാഹുവിന്റെ ഏകത്വവും തൗഹീദിന്റെ എല്ലാവിധ മഹത്വങ്ങളും ജനങ്ങളിൽ പ്രബോധനം ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന മൗലവിമാരാ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ജിന്നാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചത്. നന്മയിലേക്ക് നമ്മളെ വഴി നടത്തുന്നത് ജിന്നാണ് എന്ന് പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിൽ നേരത്തെ അറിയപ്പെടുകയും ഇപ്പോൾ ആ ബാനറും സീലും ലെറ്റർ ബോർഡും മുറുകെ പിടിക്കാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. ജിന്നുകളിൽ വലിയ ഒരു പങ്ക് നമ്മുടെ മിത്രങ്ങളാണ്, നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവരാണ്, എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടാളിയായിട്ടുണ്ടാകുന്നവരുമാണ്. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് ചിന്തിക്കുകയും തിന്മയുടെ സാഹചര്യം വരുമ്പോൾ നമ്മെ അതിൽ നിന്ന് തെറ്റിക്കുകയും തിന്മകളിൽ നമ്മുടെ കണ്ണ് അടയ്ക്കുകയും നമ്മുടെ കാലുകളെ അവിടെ നിന്ന് മാറ്റി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യവിശ്വാസികളായ ജിന്നുകളുടെ സാമീപ്യവും സാന്നിധ്യവും കൊണ്ടുകൂടിയാണ്. അവിടുന്ന് അങ്ങോട്ട് മരിച്ചവരുടെ രൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും എന്ന് വരെ ജനങ്ങളെ പഠിപ്പിച്ചു. കരീമിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചയാളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ വരെ സാധിക്കുന്നതാണ്. അയാളുടെ സ്വരത്തിലും ഭാഷയിലും സംസാരിക്കാൻ ശൈത്താന് സാധിക്കും. ആളുകളുടെ നിർഭയത്വം നശിപ്പിച്ചു. മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിലെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത നിർഭയത്വം അത് നശിപ്പിച്ചു. മരിച്ചവരുടെ രൂപത്തിൽ മാത്രമല്ല, വിദേശത്തുള്ള ഭർത്താവിന്റെ രൂപത്തിൽ വരെ വരുന്ന രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനോട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. പരിചയമുള്ളവരുടെ രൂപത്തിൽ വരും, പരിചയമില്ലാത്തവരുടെ രൂപത്തിൽ വരും, വിദേശത്തുള്ളവരുടെ രൂപത്തിൽ വരും എന്ന് പറഞ്ഞു. അവിടെ നിർത്തിയോ? ഈ ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അതിൽ കുട്ടികളുണ്ടാവും. ഞാൻ ഈ പറയുന്ന മൗലവി പറയാണ്, ഞാൻ ജിന്നിന്റെ കുട്ടിയാണോ എന്ന് നിങ്ങൾ ചോദിക്കും. അല്ലാതിരിക്കാൻ അള്ള കാക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നത്. അല്ല എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത അത്ര മനസ്സ് അന്ധവിശ്വാസത്തിൽ അടിയുറച്ചുപോയി. നിങ്ങൾക്ക് സ്വർഗസ്ത്രീകളെ പരിചയപ്പെടുത്തുന്നിടത്ത് സൂറത്തു റഹ്മാനിൽ തന്നെ 56-ാമത്തെ ആയത്തിൽ 2 തവണ ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ കണ്ടോ. മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല, ജിന്നും സ്പർശിച്ചിട്ടില്ല. മനുഷ്യന് കൊടുക്കുന്ന ഇണകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ച സ്ത്രീകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യരും അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല, ജിന്നുകളും ഏർപ്പെട്ടിട്ടില്ല. എന്താ ജിന്നുകൾ ഏർപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടത്? ഒരിക്കലും ഏർപ്പെടില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമുണ്ടോ? സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏർപ്പെടും? അതാ നിങ്ങൾ അള്ളാന്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും. ഏതെങ്കിലും നിലക്ക് സ്വർഗസ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് വീഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ലേ സാധ്യത മനസ്സിലാകുന്നത്? ഏർപ്പെടൂല എന്നുള്ളതിന് മൗലവിമാർ തെളിവുണ്ടട്ടെ, പോസ്റ്ററുകാർ. അപ്പൊ ബാക്കി പറയാം. ഏർപ്പെടുന്നുള്ളതിന് സൂചന ഞാൻ ആവശ്യത്തിലേറെ തന്നു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയും തരാം. പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സ്വഹീഹ് ആയിരിക്കണം. ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണമാവില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു പോസ്റ്ററും വലിയ ഉറക്കമുക്കിയ എഴുത്തും മാത്രമേ ഉള്ളൂ, അല്ലാതെ തെളിവില്ല. നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ശൈത്താനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ. ഇങ്ങോട്ടാണ് നമ്മുടെ ഹദീസ് ചോദിക്കുന്നത്, നമ്മളോട് അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു, ഖുർആനും സുന്നത്തും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്. അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയ മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ശൈത്താൻ കൂടി പങ്കാളിയാകും. ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുമോ? അതിപ്പോ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ അല്ലയോ എന്നതിലുപരി നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളത് ഖുർആനിനോ സുന്നത്തിനോ പ്രകൃതിക്കോ എതിരല്ല. അതിനെതിർക്കുന്ന ഒന്നും പ്രാമാണികമായി കടന്നു വന്നിട്ടില്ല. ഇതാണ് ഗർഭം മുടക്കും, വിവാഹം മുടക്കും, ജിന്നിന്റെ പണിയാ. ആളുകൾക്കിടയിൽ പേടിപ്പിച്ച് പിന്നെ ചില വിവാഹ ബന്ധം തടസ്സപ്പെടുന്ന ചില സീറക്കണ എങ്ങനെ വെച്ചാൽ പുതിയാപ്പിളമാർ വന്നിങ്ങനെ കാണും, ഒരു പ്രാവശ്യം വരുള്ളൂ, പിന്നെ അങ്ങോട്ട് വരില്ല. അങ്ങനെ പിന്നെ ഡസൻ കണക്കിന്
ഡസൻ കണക്കിന് ആളുകൾ വന്ന് കാണുകയും എന്നാൽ പെണ്ണിനുള്ള സൗന്ദര്യമുണ്ട്, പക്ഷേ വിവാഹം നടക്കൂല. അങ്ങനെയുള്ള കേസ് 2-3 പ്രാവശ്യമായി ഖുർആൻ അനുസരിച്ചുള്ള ചികിത്സ, ഖുർആൻ ഓതി ചികിത്സിച്ച ഇതിട്ട് കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന് കണ്ട അതേ പയ്യൻ വിവാഹം കഴിച്ചതായിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ സംഭവിക്കുന്നത് ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോൾ പിശാച് തഹയിലുണ്ടാകും. തഹയിൽ എന്ന് നമുക്കറിയാലോ, മൂസാ നബി ഇസ്ലാമിൻ്റെ എതിർക്കാൻ വന്ന സാഹർമാരെന്ത് ചെയ്തത്, കയറും വടിയൊക്കെ ഇട്ട് പാമ്പാക്കി കാണിച്ചതുപോലെ ഈ സ്ത്രീയുടെ മുഖം മുന്നിൽ വിരൂപമാക്കുകയോ അല്ലെങ്കിൽ ഒരു കിളവിയുടെ രൂപമൊക്കെ കൊടുക്കും. അപ്പോൾ കാണുമ്പോൾ ഈ ബാക്കിയെല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ ഈ യുവാവിന് നോക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട രൂപമല്ല. മാത്രമല്ല ഒരു മനസ്സിന് ആശ്വാസം ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് പോകണ്ട എന്നുള്ള തോന്നുക. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ മുഖമൊക്കെ ഈ പ്ലാസ്റ്റിക് റബ്ബർ വലിച്ച് നീട്ടുന്ന പോലെ വലിച്ച് നീട്ടുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച ഒരു പെൺകുട്ടി. ഗർഭം പോലും ധരിക്കില്ല, കാരണം ഗർഭിണിയാവുന്നതൊക്കെ ഈ ഉള്ളിലുള്ള ജിന്നിന് ഇഷ്ടമല്ല, ഗർഭിണിയാവുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഗർഭമൊക്കെ അലച്ചു പോകാനൊക്കെ അതിന് കാരണമാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കേസിൽ നമ്മൾ കാണാൻ സാധിക്കും, വർഷങ്ങളായിട്ട് ഇങ്ങനെ കുട്ടി ഉണ്ടാവാതെ എന്നും പൂജാരി അടുത്ത് പോയിട്ട് അവസാനം പൂജയൊക്കെ ചെയ്തപ്പോൾ ഉടനെ തന്നെ കുട്ടിയുണ്ടായി, അല്ലെങ്കിൽ ആ തുലാഭാരം കഴിച്ചപ്പോൾ ഉടനെ കുട്ടിയുണ്ടായി, അല്ല ഇന്ന ജാർത്തി പോയി നേരത്തെ ഉടനെ കുട്ടിയുണ്ടായി എന്നൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള പ്രവർത്തനം മൂലം ഇവരിൽ ബാധിക്കുന്ന ജിന്നങ്ങൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്കെ ആയി. ഗർഭം മുടക്കും. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തത്, ഈ ജിന്ന് കയറിയ സ്ത്രീ ഇയാൾക്ക് ജിന്നിന് ഇഷ്ടപ്പെടാത്ത രീതിയിലൊരു ഗർഭധാരണം നടത്തുകയാണെങ്കിൽ ജിന്ന് അത് മുടക്കും. ജിന്നിന് ഇഷ്ടപ്പെടാത്തൊരു കല്യാണം ഒരു പെൺകുട്ടിക്ക് വന്നാൽ ജിന്ന് മുടക്കും. എങ്ങനെ? റബ്ബർ പോലെ മുഖം വലിച്ചു നീട്ടിയിട്ട് വികൃതമാക്കി തോന്നിക്കും കാണാൻ വരുന്ന ചെക്കൻ്റെ മുഖത്ത്, ചെക്കൻ്റെ കണ്ണില്. പിന്നെ വളരെ അശ്ലീലമായി മൂത്രവഹിക്കാൻ പോയ അവിടുന്ന് ജിന്ന് കൂടിയ കഥ നമുക്ക് സമാധാനപരമായി ഭൂമിയിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി. ഇപ്പോൾ അയാൾ അവിടെ ഇരിക്കുകയാണ്, ഞാനിപ്പോൾ ആ ഡെസ്ക് തള്ളിയിട്ട് ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാൻ ഇരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച്. കാരണം ഇപ്പോൾ ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ, ഞാനിപ്പോൾ ഈ ഡെസ്ക് അങ്ങ് നീക്കിയിട്ട് അവനോട് കൊടുക്കുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടാക്കി ചോദിച്ചാൽ, എന്തിനാ എൻ്റെ മേത്ത് മീനിൻ്റെ വെള്ളം ഒഴിച്ചതെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്ന സ്ത്രീ കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പറയേണ്ടത് അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക, ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പോൾ ഇവർ നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോൾ നമ്മുടെ ദേഹത്തിൽ ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ, സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നൊന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്, അതിന് മേത്ത മൂത്രമൊഴിച്ചത്, പിന്നെ ജിന്ന് പ്രതികരിക്കുക. ജിന്ന് കിടന്നിറങ്ങുന്നിടത്ത് മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ജിന്ന് ആ മൂത്രമൊഴിച്ച സ്ത്രീയുടെ ശരീരത്തിലേക്ക് കയറിപ്പോയ കഥകൾ മൗലവിമാരാ പറയുന്നത്. മുസ്ലിയാക്കന്മാരാണെങ്കിൽ നമുക്ക് സമ്മതിക്കായിരുന്നു. മുസ്ലിയാക്കന്മാർ പോലും പറയുന്നു ഞങ്ങൾ പോലും കൈവെടിഞ്ഞ ആദർശമാണിതെന്ന്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ. അതുപോലെ തന്നെ ഒരാൾ വൃത്തിയിൽ നടക്കുന്ന കണ്ടാൽ, കുളിച്ച് നടക്കുന്ന കണ്ടാൽ, സുഗന്ധം പൂശി നടക്കുന്ന കണ്ടാൽ അയാളെ സംശയിക്കണം, അയാൾ ജിന്നുമായി പ്രേമത്തിലാണ്. പഠിപ്പിച്ചവര് ഒരാൾക്ക് വൃത്തിയിൽ അങ്ങാടി കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ പോലും ഉണ്ടാക്കി. മനുഷ്യരെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ജിന്നുകൾ മനുഷ്യരുമായി ഇഷ്ടമുണ്ടായിട്ട് അല്ലെങ്കിൽ പ്രേമം മൂലം ശരീരത്തിൽ പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരിങ്ങനെ പെട്ടെന്ന് കാണാം അവർക്ക് മുൻപില്ലാത്ത തരത്തിലുള്ള ചില പ്രത്യേകതകൾ, എപ്പോഴും സുഗന്ധം പൂശിക്കൊണ്ടും അണിഞ്ഞൊരുങ്ങിയിട്ടും ഒക്കെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തെ ജീവിത രീതി, റൂമൊക്കെ എപ്പോഴും ഒക്കെ ഒന്ന് ക്ലീൻ ആവണം, അങ്ങനെയൊക്കെയുള്ള പല മുൻപില്ലാത്ത ചില പ്രത്യേകതകൾ. വേറെ പ്രത്യേകിച്ച് ആരെ ഉപദ്രവിക്കുക അങ്ങനത്തെ ഒന്നുമില്ല, പക്ഷെ മുൻപില്ലാത്ത ചില പ്രത്യേകതകൾ അതിലിങ്ങനെ പ്രകടമാകും. ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ നബി പറഞ്ഞത്. മഗ്‌രിബായ കുട്ടികളെ പുറത്തേക്ക് വിടരുതാണ്. ചെറിയ കുട്ടികളെ മഗ്‌രിബായ പുറത്തു കൂടാൻ പറ്റില്ല. പഴയ കാലത്തൊക്കെ മഗ്‌രിബാകുമ്പോക്കിന് മഗ്‌രിബായാലും കണ്ടിട വേഗം കയറിക്കാനേ അകത്തേക്ക് എന്ന് പറയും. ഇപ്പോൾ അറിയില്ല എന്താ മഗ്‌രിബായ പ്രശ്നം. പിശാചുക്കൾ ഷെയ്ത്താൻ പുറത്തിറങ്ങുന്ന സമയമാണത്. ഷെയ്ത്താൻ പുറത്തിറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ പുറത്ത് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് വളരെ വലിയ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ വെറുതെ ആ കുട്ടിനമ്മമാരോട് ഞാൻ അങ്ങനെ ചോദിച്ചു, എപ്പോഴേത് തുടങ്ങിയെന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ മഗ്‌രിബിക്ക് വാങ്ങി കൊടുത്ത് ഒതുണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവന് വല്ലാത്ത ഉള്ളാക്കിട്ട്, അങ്ങനെ നമ്മൾ നാട്ടിൽ പറയാം, തൊള്ളട്ട് ഒച്ചിട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒച്ചിട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഇവന് സുഖമല്ല, ഞങ്ങൾ ഓനെ കൊണ്ടുപോകാത്ത സ്ഥലമല്ല എന്നാണ്. അതുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതുകൊണ്ടും ആവാം. എ.പി. അബ്ദുൽ ഖാദർ മോലി ഇവരെ ചോദിച്ചു, ഇത്ര കാലം നമ്മൾ കുട്ടികളെ മഗ്‌രിബിന് പുറത്തിറക്കിയില്ല, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ?
അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പ്രതികരണം ഉണ്ടായത് ഏപ്പിക്ക് അങ്ങോട്ട് നടക്കാം. ഏപ്പിനോട് പോകാൻ പറയുന്നേ പറയുള്ളൂ. ഈ ക്ലിപ്പിംഗ് കേൾപ്പിച്ചെടുത്താലും അതുപോലെ തന്നെ ഈ ജിന്ന് സിഗറി വിഷയത്തിലും ഇപ്പൊ സന്ധ്യ സമയത്ത് പുറത്തിറങ്ങരുത്, ജിന്ന് ബാധിക്കും. ജിന്ന് ഈ കണ്ട കാലം വരെ പുറത്തിറങ്ങി ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞോട്ടെ അവര്. ഈ കണ്ട കാലം വരെ പുറത്തിറങ്ങി ബാധിച്ചില്ലല്ലോ. അതന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു എല്ലാ ആളുകളും ഒരേമാതിരി ആവൂല. ചിലപ്പോ അന്തംഗം മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും, അത് അവഗണിച്ചാൽ മതി. ഇതിന്റെ കുറച്ച് മുതിർന്ന ആളുകളിൽ ഇതുണ്ടായപ്പോ നമ്മൾ വിളിച്ചു കൂട്ടിയിട്ട് അവരെ ഉപദേശിച്ചു വിട്ടതാണ്. നിങ്ങൾ പിന്നെ വിചിന്തനത്തിൽ വായിച്ചു കാണുമ്പോൾ നമ്മൾ ശാസിച്ചു എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ടായി. അതിൽ പെടാത്ത ആളുകളുടെ അധ്യാപകന്മാരാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. മഗ്‌രിബിന് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ ഒരു കുട്ടിയെ, അലർജി ബാധിച്ച് ചൊറി പിടിച്ച ഒരു കുട്ടിയെ കാണാൻ പോയ ഒരു മുജാഹിദ്, കുറച്ച് ആളുകൾ കൂടി കാണാൻ പോയ ഒരു മുജാഹിദ് എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഐഡന്റിറ്റി ആയതുകൊണ്ടാണ്. അങ്ങനെ അംഗീകരിക്കാൻ കുറച്ച് മാനസികമായി പ്രയാസമുണ്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. ഈ ആള് കുട്ടിയുടെ മാതാവ് കുട്ടിക്ക് എന്താ ഉണ്ടായതെന്നുള്ളതൊക്കെ വിശദീകരിച്ചു തന്നു ആശുപത്രിയിൽ നിന്ന്. ഒക്കെ കേട്ടിരുന്നിട്ട് അവസാനം ചോദിക്കും, നിങ്ങൾ മഗ്‌രിബിനിട്ട കുട്ടീനെ പുറത്തിറക്കിയെന്നാണ്. ആരാ ചോദിക്കുന്നത്? മുസ്ലിയാരല്ല. ഒരു മുസ്ലിയാരല്ല ചോദിക്കുന്നത്. മുസ്ലിയാക്കന്മാർ പോലും ആ ചോദ്യം കൈയൊഴിഞ്ഞിട്ടുണ്ട്. അലർജി ബാധിച്ച് ചൊറി പിടിച്ചൊരു കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഒരാൾ, മുജാഹിദ് പേരിൽ അറിയപ്പെടുന്ന ഒരാൾ ചോദിക്കുക, നിങ്ങൾ കുട്ടീനെ മഗ്‌രിബിന് എങ്ങാനും പുറത്തിറക്കിയിരുന്നോ? പിന്നെ നമുക്കറിയാം രോഗം ഉണ്ടാക്കൽ ജിന്നാണ്. ഇനി ശാരീരികമായ ഉപദ്രവങ്ങൾ, രോഗങ്ങൾ, അതും പിശാചിലൂടെ ഉണ്ടാകും. വെറും മാനസികമായിട്ട് മാത്രമേ പിശാചിനെ ഉപദ്രവിക്കാൻ പറ്റൂ എന്നുള്ള ധാരണ ശരിയല്ല. ലോകത്ത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിനൊരു കാരണം ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു വൈറസ് അതിന്റെ പിറകിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലേ? ആ കാരണങ്ങളിൽ, എല്ലാ രോഗത്തിന്റെയും കാരണങ്ങളിൽ ഒന്ന് ശൈത്താനാണ്. പനിയാവട്ടെ, ജലദോഷാവട്ടെ, പിന്നെ ചുമയാവട്ടെ, മറ്റ് ഏതെങ്കിലും രോഗം, വലിയ വലിയ ക്യാൻസർ ആവട്ടെ, വലിയ വലിയ മാരക രോഗങ്ങളാവട്ടെ, എന്തായിരുന്നാലും ശരി, അതിനൊരു പല കാരണങ്ങൾ കൊണ്ട് ഒരു രോഗമുണ്ടാകാം. എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണം ശൈത്താനാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം നമ്മുടെ ചികിത്സ കൊണ്ട് തന്നെ മാറും. ശൈത്താൻ കാരണമായിട്ടുണ്ടാകുന്ന രോഗം മാറാൻ ഡോക്ടർമാരുടെ ചികിത്സ മാത്രം മതിയാവില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികൾ. വിഗ്രഹങ്ങൾ ചിലപ്പോൾ സംസാരിച്ചതായി വിഗ്രഹ പൂജകന്മാർ പലയിടത്തും അവകാശപ്പെടാറുണ്ട്. ഇന്ന വിഗ്രഹം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വിഗ്രഹത്തിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അത് വെറും മരമോ കല്ലോ അല്ലേ, ശില്പി കൊത്തിയുണ്ടാക്കിയതല്ലേ. അപ്പോ അതിന്റെ പിന്നിൽ ശൈത്താൻ ശബ്ദമുണ്ടാക്കിയിട്ട് ഈ വിഗ്രഹാരാധനയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ, വിഗ്രഹത്തിന് കഴിവുകളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലപ്പോൾ പിശാചി അങ്ങനെ സംസാരിച്ചേക്കാം, സാധ്യതയുണ്ട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ശൈത്താൻ ചിലപ്പോൾ വിഗ്രഹങ്ങൾക്ക് സംസാരശേഷി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെയുള്ള ഒരു അടവും പയറ്റിക്കൂടാ എന്നില്ല എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളൂ. കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങാടിയിലേക്ക് ആദ്യം കടന്നു ചെല്ലുന്നവരാകരുത്. വല ആഖറമൻ യഖ്റുജു മിൻഹ, അങ്ങാടിയിൽ നിന്ന് അവസാനം പുറത്തു വരുന്നത് ലൈലത്തുൽ ഖദർ നമ്മൾ അങ്ങാടിയിലാണ്. അവിടെ നേരം പോയാൽ ആർക്കും വിഷമല്ല. പള്ളിയിൽ കുറച്ചധികം സമയം ഇരുന്നാൽ വലിയ പ്രയാസം അല്ലേ? എന്താ കാരണം? ഫഇന്നഹു മഅറഖത്തു ശയാത്തീൻ, അത് ശൈത്താന്മാരുടെ അടർക്കളമാണ്. വബിഹാ യൻസബു റായതഹു, ശൈത്താൻ അവിടെയാണ് കൊടി നാട്ടുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം എന്ത്, പിന്നെ അവിടെ അവൻ മുട്ടയിടുകയും വിരിയിക്കുകയും ചെയ്യുന്നു. പിശാച് മുട്ടയിടുന്നു മനസ്സിലായി, വിരിയിക്കുന്നു മനസ്സിലായി. അക്ഷരാർത്ഥത്തിൽ അതൊക്കെ ആലങ്കാരിക എന്നാണ് വ്യാഖ്യാനം നൽകാൻ നിൽക്കാതെ. അപ്പൊ മുട്ടയിടുന്ന പിശാചുക്കളുണ്ട്, പ്രസവിക്കുന്ന പിശാചുക്കളുണ്ടായിരിക്കാം. നമുക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. മുട്ടയിടുന്ന പിശാചുക്കളുണ്ടെന്ന് ഹദീസുണ്ട്. ജിന്നുകൾ ദേഷ്യം മൂലം ഉപദ്രവിക്കുക മനുഷ്യരെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നെന്ന് വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു എന്ന് വരും. ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശ ഒന്നങ്ങ് അടുപ്പിച്ചിടുമ്പോൾ ജിന്നടക്കം കുടുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പിൽ നിന്ന് ചൂടോടെടുത്ത് അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ജിന്നിൻ്റെ ദേഹത്തായിരിക്കും വീണ്ടുണ്ടാകുക. അല്ല തേങ്ങ വലിച്ചിട്ടപ്പോൾ ജിന്നിൻ്റെ പുറത്തായിരിക്കും വീണ്ടുണ്ടാകുക. നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ജിന്നുകൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. മരണം പലപ്പോഴും ഉണ്ടാവാം. ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് ജിന്ന് ചിലപ്പോൾ മരിച്ചു വരും. ഇപ്പോൾ ഒരു കെട്ടിടത്തിന് തീപിടുത്തുണ്ടായ മനുഷ്യന്മാർ മരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ജിന്നുകളും മരിച്ചു വരും. മറ്റു പലയിടത്തും ഇപ്പോൾ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രാ വാഹനം,
ആ യാത്രാ വാഹനത്തിൽ ഏതെങ്കിലും ഒഴിഞ്ഞ റൂമുകളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല ജിന്നുകളും താമസമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങിയാൽ മുങ്ങി മരിച്ചു എന്ന് വരും. മറ്റു പല അവരുടേതായ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ട് മരണം ഉണ്ടായെന്ന് വരും. നമ്മൾ തന്നെ ചിലപ്പോൾ വെറുതെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടി എടുത്തെറിയുകയോ ചെയ്താൽ അതുകൊണ്ട് ഒരു ജിന്ന് മരിച്ചു എന്ന് വരും, പരിക്ക് പറ്റിയെന്ന് വരും. നമുക്കതറിയാൻ പറ്റൂല. ജിന്നിൻ്റെതായ ലോകത്തിൽ ഇത്തരം അനുഭവങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സിഹിറിന്റെ വിഷയത്തിൽ നമുക്കറിയാം, കുറെ നമ്മൾ അത് ചർച്ച ചെയ്തു. സിഹിർ ബാധിച്ചു, നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് ഇവരോട് വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്തിനാണ് നബിക്ക് സിഹിർ ബാധിച്ചത്? സക്കരിയ സലായി പറയട്ടെ, നബിക്ക് സിഹിർ ബാധിച്ചത് എന്താണ് എന്ന് സക്കരിയ സലായി കാരണം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചത് ഒരു മനുഷ്യന് ബാധിക്കുന്ന എല്ലാം റസൂലിനും ബാധിക്കാം എന്ന് ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. ഒരു മനുഷ്യന് ബാധിക്കുന്നതെല്ലാം റസൂലിനും ബാധിക്കും എന്ന് ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു അങ്ങനെ സിഹിർ ബാധിപ്പിച്ചതെന്നാണ്. എന്ത് ഇയാൾ പറഞ്ഞതിന്റെ അപകടം പറയും. ഇയാളിന്റെ തൊട്ടടുത്ത് പറയുന്നത് എന്താ അറിയോ? അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ സിഹിർ ബാധിക്കുന്ന. വാസ്തവത്തിൽ സിഹിർ അത് ബാധിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ മനുഷ്യന് ബാധിക്കും. അതിന് കാവലിനെന്താ? വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മളോട് ഖുൽ ഹുവല്ലാഹും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഓതാൻ പറഞ്ഞു. ആയത്തുൽ കുർസിയും അല്ലേ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്താണുള്ളത്? പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതികളിൽ നിന്നും. വ്യക്തമായി തന്നെ ഓരോ ദിവസവും നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക, ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക. ഇതൊക്കെ ചൊല്ലിയാൽ നമുക്ക് ഇതിന് രക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹുവിന്റെ കാവലുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നില്ലേ? അള്ളാഹുവിന്റെ കാവലില്ലെങ്കിലേ സൂര്യ ബാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ റസൂലിന് അള്ളാഹിന്റെ കാവലില്ല എന്നായിരുന്നു ബോധ്യപ്പെടുത്തിയത് അള്ളാഹു? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ആരും തിരിച്ചു ചോദിക്കൂല. അതാണ് അതിന്റെ അവസ്ഥ. ഈ വിഷയത്തിൽ വിപർമങ്കട പറയുന്നുണ്ട്. അദ്ദേഹം ഒരു കാലത്ത് ഈ പിളർപ്പിന്റെ കാലഘട്ടത്തില് സിഹിർ വിഷയം പറയാൻ തുടങ്ങിയപ്പോ AP അബ്ദുൽ ഖാദർ മൗലവി വിളിച്ചിട്ട് പറഞ്ഞത്ര അദ്ദേഹത്തോട്, നിങ്ങൾ ഈ വിഷയം ഇവിടെ പറയരുത്, ഇത് നമ്മൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലാണ്. ഞാൻ നേരത്തെ നദുവത്തുൽ മുജാഹിദീനിൽ പ്രവർത്തിക്കുന്ന കാലത്ത് സിഹിർ ബാധിക്കും എന്ന കാര്യം പ്രസംഗിക്കാൻ ഒരുങ്ങിയ സമയത്ത് നദുവത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട AP അബ്ദുൽ ഖാദർ മൗലവി 3 ആളുകൾ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞു, അത് പറയരുത്. കാരണം അത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നദുവത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ എന്നുള്ള ഈ സംഘടന മൂരാറ്റ് സംഘടനയാകും എന്ന് തെറ്റിദ്ധരിക്കുന്നുള്ള പേടിയാണ്. ആരെ പേടിക്കാനാണ് നമ്മൾ? അള്ളാന്റെ ശിക്ഷണി അല്ലാതെ വേറെ എന്തിനെ പേടിക്കണം? ജനങ്ങളെ പേടിക്കുന്ന ഒരാൾക്ക് ഒരു രക്ഷയില്ല. ദഅവത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ അയാൾക്ക് യാതൊരു യോഗ്യതയില്ല. ആ ചങ്കൂറ്റം പോലും ഇന്ന് AP ഇത്തരം ആൾക്കാരോട് കാണിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഉള്ളത്. ഇങ്ങനെ കുറെ ആളുകൾ ഇപ്പോ ജിന്നുമായി ബന്ധപ്പെട്ട കുറെ അന്ധവിശ്വാസങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചതിന് ശേഷം ജിന്നിന് ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്, നിമിഷ നേരം കൊണ്ട് ധാരാളമുള്ള വസ്തുക്കൾ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ വിഗ്രഹത്തെ സംസാരിപ്പിക്കാനുള്ള കഴിവുണ്ട്, വാഴക്കുല നഷ്ടപ്പെട്ട സാധനങ്ങൾ എവിടെയാണെന്ന് അറിയിച്ചു തരാനുള്ള കഴിവുണ്ട്, ഇബാദത്ത് ചെയ്യുന്നവന് വഹി നൽകാനുള്ള കഴിവുണ്ട്. ഇങ്ങനെയുള്ള കുറേ വാദഗതികൾ ആളുകളെ പഠിപ്പിച്ചിട്ട് എന്താ ഇത് തൗഹീദിന്റെ അടിത്തറ അങ്ങോട്ട് പൊളിച്ചു. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ശിർക്കൻ കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും അല്ലേ? അതൊക്കെ യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു. ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ SMT വാച്ച് കൊടുക്ക്, അവിടെ കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? പ്ലെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. പിശാചിന് മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ കൊണ്ടൊക്കെ പിശാച് അവന്റെ ആളുകളെ സഹായിച്ചു. ചില നഷ്ടപ്പെട്ടപ്പോ ഒരാൾ വാഴക്കൊല കെട്ടുകൊണ്ടുപോവാണ്. വീട്ടുകാരൻ കാണില്ല. പക്ഷെ ഒരു ശൈത്താൻ അത് കണ്ടിട്ട് അപ്പുറത്തെ ജ്യോത്സ്യന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്ത്, വാഴക്കൊല പോയാൽ ജ്യോത്സ്യനിൽ വിശ്വാസമുള്ളവനാണ്, അല്ലെങ്കിലും ഓന്റെ മനസ്സിൽ പോയിട്ട് ജ്യോത്സ്യന്റെ അടുത്ത് പോയോക്ക് എന്ന് പറയും. കാരണം ഇവനെ ശിർക്കിൽ പിടിച്ചു നിർത്തണല്ലോ ശൈത്താന്. അപ്പൊ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് ശൈത്താൻ അത് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപക്ഷെ ജ്യോത്സ്യൻ പറഞ്ഞിരിക്കാൻ ആൾ കൊണ്ടുപോയി, അല്ലെങ്കിൽ അത് എവിടെ കൊണ്ടുപോയി വിറ്റു ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം അല്ലേ? ഒരു പെണ്ണിന്റെ കഴുത്തുനിന്ന് മാല പൊട്ടിച്ചു പോകുമ്പോ ആ പെണ്ണിന്റെ കൂടെയുള്ള ശൈത്താൻ കാണുന്നുണ്ടല്ലോ, അത് കരീൻ. അപ്പൊ ശൈത്താനായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു പക്ഷേ ഈ പിശാച് പൂജകന്മാർക്ക് സാധിച്ചേക്കാം. അപ്പൊ ഈ എടുത്തു കൊണ്ടുപോകണവന് പിന്നാലെ പോട്ടവൻ അവിടെ കൊണ്ടുവെക്കുന്നതെന്ന് വേണമെങ്കിൽ ഇവന് മനസ്സിലാക്കാം. അറിയാം
ഞാൻ ശൈത്താൻ ഇബാദത്ത് ചെയ്യാൻ പോയാൽ ശൈത്താൻ എനിക്ക് വഹി തരും. അപ്പോൾ എനിക്കറിയാത്ത ആ വിഷയം, കാണാതെ പോയ വസ്തുക്കളെ കുറിച്ച് പോലും ഒരു പക്ഷേ പറയാൻ പറ്റിയെന്ന്. തൗഹീദിന്റെ അടിത്തറ പൊളിച്ചു. എന്നിട്ട് പിന്നെ ഇവരതിനെ ന്യായീകരിച്ചത് ശരിക്കും എന്താ വെച്ചാല് ജിന്നുണ്ട് എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ അതിനെ നിഷേധിച്ചു. ജിന്നിനെ നമ്മൾ നിഷേധിച്ചു. ജിന്ന് എന്നൊരു വർഗം തന്നെ ഇല്ല നമ്മൾ നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചപ്പോ ജിന്നുണ്ട് എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ ന്യായീകരിക്കാൻ നോക്കി. ജിന്ന് അത് വലിയൊരു വിഷയമാണ്. ജിന്നിട്ട് ഇങ്ങനെ കളിയാക്കാന്നിടത്തൊക്കെ ഇവരിങ്ങനെ കളിയാക്കും. ശരിയാണ്, ഞങ്ങൾ ജിന്നിനെ സംബന്ധിച്ച് പറയും. കാരണം ഖുർആൻ നോക്കിയാൽ ഒരു അധ്യായത്തിന്റെ പേര് ജിന്ന് എന്നാണ്. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഖുർആൻ ഒരു അധ്യായത്തിന്റെ പേര് ജിന്ന് എന്നാണ്. പക്ഷെ ഖുർആൻ ക്യാൻസലാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ക്യാൻസലാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഉള്ളതുപോലെ പറയാം. ഞങ്ങളത് പറയേണ്ടി വന്നത് അറിയോ? ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ അടിസ്ഥാനപരമായി ഞങ്ങളോട് പിണങ്ങി, അടിസ്ഥാനപരമായി വ്യതിയാനം സംഭവിച്ചു, ആദർശപരമായി വ്യതിചലിച്ചു. അങ്ങനെ പോയപ്പോ പിന്നെ നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കണമല്ലോ. ആരാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിൽ ഉറച്ചിരിക്കുമ്പോഴാണ് ബന്ധമുള്ളത്. ആ ആദർശത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് അവരോട് ഈ പറയപ്പെട്ട ഖുർആനും സുന്നത്തും പറഞ്ഞ ജിന്നിനെയൊക്കെ നിഷേധിച്ചപ്പോ നമ്മൾ പറഞ്ഞു, മാന്യ സഹോദര ഖുർആൻ മറിച്ചു നോക്കുക, ആ ജിന്ന് കിടക്കുന്നത്. അത് പറയാ ഹദീസ് നോക്കുക, അവിടെ ഉണ്ട് ഇന്ന വിഷയങ്ങൾ പറയുന്നത്, അത് പറയാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഞങ്ങൾ ജിന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാല് ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ജിന്നെന്ന ആ സൃഷ്ടിയെ തന്നെ നിഷേധിക്കുന്ന രൂപത്തിലേക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഞങ്ങൾ ജിന്നെന്ന സംഭവമുണ്ട്, ആ ഖുർആൻ പറഞ്ഞ കോലത്തിൽ വിശ്വസിക്കണം, അതിങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത്. അവനല്ലത്, അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ജിന്ന് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ആളുകൾ നമ്മളെ കുറിച്ച് പറഞ്ഞ എന്താ പഴയ കാലത്ത് കൈയഴിച്ചു പോയ അന്ധവിശ്വാസങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആ കൂട്ടത്തിലൊന്ന് ഇത്തരം ഹദീസുകള് എന്ന് വിശുദ്ധ ഖുർആൻ ജിന്നിനെ സംബന്ധിച്ചു തന്നെ ഒരധ്യായം തന്നെ കാണാം. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും വന്ന ഈ ജിന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത് ബാക്ടീരിയയാണ്, വൈറസ് ആണ്. അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എനിക്കൊരു കാര്യം മാത്രം അവസാനം നിങ്ങളോട് പറയാനുണ്ട്. ജിന്നിനെ സംബന്ധിച്ച്, ശൈത്താനെ സംബന്ധിച്ച് അത് ബാക്ടീരിയയാണ്, അത് വൈറസ് ആണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല, ഒരു മതവിശ്വാസിക്ക് സാധ്യമല്ല, ഒരു ഇസ്ലാഹി പ്രവർത്തകന് ഒരിക്കലും സാധ്യമല്ല. ഇവിടുത്തെ പ്രശ്നത ഈ ജിന്നും ശൈത്താനും ഖുർആനിൽ നേരത്തല്ലേ, പണ്ടുണ്ടായിരുന്നില്ലേ? പണ്ടില്ലാത്ത വല്ല വാദവും ഇപ്പൊ ആരെങ്കിലും പറഞ്ഞോ? പക്ഷെ അവിടെ നിന്നിട്ടില്ല. ബഹുമാനായ ഇപ്പൊ ഒരു പ്രശ്നമില്ല. സലാം സുല്ലമി പ്രചരിപ്പിച്ച ജിന്ന് എന്നാൽ ബാക്ടീരിയ ആണ് എന്ന് പറയുന്ന വാദത്തിനപ്പുറം കേരളത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു കാലത്ത് ഊറ്റം കൊണ്ട് കോഴിക്കോട്ട് പ്രസംഗിച്ച അതേ അബ്ദുറഹ്മാൻ തന്നെ ജനങ്ങളോട് പറഞ്ഞു, ഇതല്ല. ജമിയത്തുൽ ഉലമ ഈ കാലയളവിൽ നടത്തിയ ഏറ്റവും ഗൗരവമായ ചർച്ച ഈ വിഷയത്തിലായിരുന്നു. കുറെ അനുരഞ്ജനങ്ങൾ നടത്തി, ഒന്നും വിജയിച്ചില്ല. അവസാനം അവരുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിച്ചപ്പോൾ ജിന്നിറക്കുന്ന ക്ലിനിക്കുകൾ ഓരോ ശാഖയിലും വരണം എന്ന് വരെ ആവശ്യപ്പെട്ടവരുണ്ടായി എന്നൊക്കെ അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിക്കുന്ന ക്ലിപ്പ് ഇവിടെ ഉണ്ട്. ഈ ബാധ എന്നുള്ളതിനേക്കാളധികം ഈ ബാധയെ പറ്റിയുള്ള ചർച്ചയും അതിന്റെ പേരിലുള്ള ഊഹാപോഹങ്ങളുമാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിന്റെ നിജസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ടൊരു പുസ്തകം എഴുതണം എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് എന്നാണ് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊരു സത്യമാണ്. ഈ തൗഹീദ് പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന, സുന്നത്ത് പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന, ശിർക്കും ബിദ്അത്തും എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ ആ മാർഗത്തിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷേ ഈ പിശാചിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഇടയ്ക്ക് ആളുകളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയ ഈ ചിന്തകൾ വീണ്ടും അവരിലേക്ക് അത് കൊണ്ടുവന്നിട്ട് ആ പിശാചിനൊന്ന് പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആയി പോകുന്നുണ്ടോ എന്ന് മൊത്തത്തിൽ വിലയിരുത്തിയാൽ നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മൾ ഒരുപാട് അധ്വാനം, ഇത് ഒരുപാട് നമ്മളെ ദഅവ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഇതിന്റെ പേരിൽ മറ്റൊരു വഴിക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ തൗഹീദ് പ്രബോധനം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ശിർക്കിനെ എതിർക്കുന്നതിന്, സുന്നത്ത് പ്രചരിപ്പിക്കുന്നതിന്, ബിദ്അത്തിനെ എതിർക്കുന്നതിന് പകരം ഈ കാര്യം പറഞ്ഞും മറുപടി പറഞ്ഞും വിശദീകരിച്ചും അങ്ങനുണ്ട് ഇങ്ങനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയം ഒരുപാട് അങ്ങനെ വേസ്റ്റായി പോവുകയാണ് ആവശ്യമില്ലാത്ത നിലക്ക്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇന്നിവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇതിന് ഒരു പുതിയ ഒരു കാരണം ചിലതുണ്ടായി തീർന്നത് നമ്മളെ ചില ചെറുപ്പക്കാരായ ആളുകളുടെ പ്രഭാഷണത്തിൽ, ക്ലാസ്സുകളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച്
അവർ വായിച്ച കാര്യങ്ങൾ ക്ലാസ്സിൽ അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞപ്പോൾ ഒരു സൂക്ഷ്മ വിശകലനം നടത്താതെ ആയിപ്പോയത് കൊണ്ട് ചില അബദ്ധങ്ങൾ അതിൽ വന്നുപോയി. ആ അബദ്ധങ്ങൾ നമ്മുടെ ആദർശ ശത്രുക്കൾ ഏറ്റുപിടിക്കുകയും അത് നമുക്കെതിരിൽ ആയുധമായി എടുക്കുകയും ചെയ്ത് അത് പ്രബോധന രംഗത്ത് വലിയ ഒരു വിഷമം, ഒരു പ്രതിസന്ധി ഉണ്ടായി. അങ്ങനെ ഉണ്ടായ സന്ദർഭത്തിലാണ് സംഘടന ആ കാര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായി ആലോചിച്ചത്. ഇതുപോലത്തെ ഒരു പ്രശ്നത്തിന് ആ വിഷയത്തിന് കൊടുത്ത അത്ര പ്രാധാന്യം വേറെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് നൽകിയതായി ഞാൻ ഈ രംഗത്ത് വന്ന് 10-30 കൊല്ലായി ഇതിനിടയ്ക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ വിഷയത്തിന് വേണ്ടി മാത്രം 7 യോഗങ്ങളാണ് കേരള ജമിയത്തുൽ ഉലമയും കേരള നദുവത്തുൽ മുജാഹിദീനും വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും ഇന്നും ചില തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. എന്താ ആ വിഷയത്തിൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനൊരു അവസരം കൊടുത്തൂടെ, ജമിയത്തിൽ ചർച്ച ചെയ്തുകൂടെ, അതൊന്നും ജമിയത്തിൽ ചർച്ച ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പല സ്ഥലത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ആ ബന്ധപ്പെട്ട ആളുകളെ ആദ്യം വിളിച്ചു, അവരെ ഉപദേശിച്ചു, ഈ കാര്യം പൊതുയോഗങ്ങളിൽ നിങ്ങൾ പ്രസംഗിച്ച് നടക്കരുത്. നമ്മളെ ദഅവത്ത് തൗഹീദും സുന്നത്തും പ്രബോധനം ചെയ്യുന്നതിന് അത് തടസ്സമാകുന്ന നിലയ്ക്ക് ഈ കാര്യം ഒരു പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് നടക്കരുത് എന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷെ പിന്നെയും അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലുള്ള ചില സംസാരങ്ങൾ വന്നപ്പോഴാണ് ആ വിഷയം എന്ത് ചെയ്യണമെന്ന് വീണ്ടും യോഗം ചേർന്ന് ആലോചിച്ചത്. അപ്പൊ അത് നമ്മൾ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യണം എന്ന് വെച്ചു. അങ്ങനെ കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവും ആ എക്സിക്യൂട്ടീവിലേക്ക് ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ചു വരുത്തി ഒരു ദിവസം കാലത്ത് 10 മണി മുതൽ മഗ്രിബ് വരെ നീണ്ടുനിന്ന ഒരു ഫുൾ ഡേ യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് ശരിക്കും ഭിന്നമായ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുള്ള ആളുകൾക്ക് എന്താണോ അവർക്ക് പറയാനുള്ളത് ചിലർ എഴുതിക്കൊണ്ടുവന്നിരുന്നു. ആ എഴുതിക്കൊണ്ടുവന്നത് അങ്ങനെ തന്നെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എഴുതാതെ പ്രിപ്പയർഡായി വന്ന ആളുകൾ അങ്ങനെയും അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അതിൽ എന്ത് അഭിപ്രായം ഒരാൾക്ക് തോന്നിയത് അവിടെ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ അഭിപ്രായങ്ങളും അവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലാന്ന് തോന്നുന്ന കാര്യം വരെ കൂട്ടത്തിൽ ഒരാൾ ഇത്രത്തോളം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ ഗ്രാമത്തിലും ഈ ജിന്നിനെ ഇറക്കുന്ന ഒരു യൂണിറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തുടങ്ങണം എന്ന അഭിപ്രായം വരെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. ഞാൻ പറഞ്ഞത് അത്ര തുറന്ന അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതിനുശേഷം ആ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നത് ഈ വിഷയകമായി ഒരാള് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതും അതേപോലെ തന്നെ പരസ്യമായി പറയേണ്ടതും പറയാവുന്നതുമായ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ പറയാവുന്ന കാര്യം ഒരു പ്രബന്ധമായി തയ്യാറാക്കുക. എന്നിട്ട് അത് നമുക്ക് പെട്ടെന്ന് തൽക്കാലമുള്ള ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതിന് അത് പ്രസിദ്ധീകരിക്കാം എന്ന് നമ്മൾ തീരുമാനമെടുത്തു. പക്ഷേ ആ തീരുമാനം എടുത്തുവെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഈ നിലക്കല്ലാത്ത ചില സംശയമുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അത് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ട് അതിൽ ശരിയാണോ അല്ലേ എന്ന അഭിപ്രായമുള്ള വിഷയം ശരിയാണ് എന്ന് സ്ഥിരീകരിച്ചാൽ തന്നെ അത് പരസ്യമായി പറഞ്ഞു നടക്കേണ്ടതാണോ അല്ലേ എന്ന് വീണ്ടും ചർച്ച ചെയ്ത് തീരുമാനിച്ച് പറയേണ്ട കാര്യങ്ങൾ പറയാം. ഇത് ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല, നേരെ മറിച്ച് ഇവിടെ ഒരു പണ്ഡിത സഭയിലുള്ള കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ ശൂറയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു തീരുമാനമെന്തോ അത് നമുക്ക് നടപ്പാക്കാം എന്ന നിലപാടിലാണ് സംഘടന എത്തിച്ചേർന്നത്. പക്ഷേ അതിൽ നിർബന്ധമായി അത് തയ്യാറാക്കുന്നതിൽ പങ്കെടുക്കണം എന്ന അഭിപ്രായമുണ്ടായിരുന്ന ചില ആളുകളിൽ നിന്ന് അത് തയ്യാറാക്കുന്നതിന് വേണ്ടത്ര ഒരു സഹകരണം ലഭിക്കാതെ വന്നതും ഒരു പക്ഷെ ന്യായമായ കാരണങ്ങളാൽ നീണ്ടുപോയത് വല്ലാതെ നീണ്ടുപോയപ്പോ സംഘടനയ്ക്ക് ഈ കാര്യത്തിൽ എന്താ പറയാനുള്ളത്, ഞങ്ങളൊക്കെ ആ വിഷയത്തിൽ അനിവാര്യമായി മറുപടി നൽകേണ്ടിയിരുന്ന സന്ദർഭത്തിൽ പറഞ്ഞു വന്നിരുന്നത് ഇത് മാത്രമാണ്. അങ്ങനെ അവസാനം എന്തായി, തൗഹീദ്, ദുആ, ഇബാദത്ത് ഇതൊക്കെ അങ്ങോട്ട് അട്ടിമറിച്ചിട്ട് അവസാനം AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതിനെ കൂടി അപ്പുറത്തേക്ക് സക്കരിയ സലാഹി എത്തി. സക്കരിയ സലാഹി എന്താ പറഞ്ഞത്, ദുആ ചെയ്താൽ ഉത്തരം കിട്ടൂല, ഇബാദത്ത് ചെയ്താൽ ജിന്ന് സഹായിക്കും, പിശാച് സഹായിക്കും, പിശാചിനെ ആരാധിച്ചാൽ പൂജിച്ചാൽ പിശാച് സഹായിക്കും. ഈ ഒരു വാദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള അതിഭീകരമായ ആദർശ വ്യതിയാനത്തിന്റെ അല്ലെങ്കിൽ ആദർശ രാഹിത്യത്തിന്റെ ഇപ്പൊ സംഭവിച്ചിട്ടുള്ള ഈ അവസ്ഥയുടെ താക്കോൽ ഈ വാദമാണ് എന്നുള്ളത് കൊണ്ട് ആ വാദങ്ങളൊന്ന് കേട്ടോളൂ. വിഡ്ഢികളെ, പൊട്ടന്മാരെ, എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല.
കണ്ടോ? ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കൈവിൽപ്പെട്ട സഹായം. ജിന്നുകൾക്ക് പല കഴിവുണ്ടാണ്. ദൂരത്തെ സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകില്ല, ജിന്നിനെ പൂജിച്ചാൽ ഉത്തരം കിട്ടും. അപ്പോ പ്രാർത്ഥനയും ഇബാദത്തും രണ്ടും രണ്ടാക്കി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് കാര്യകാരണ ബന്ധത്തിന്റെ ഇപ്പുറമാണ്, അപ്പുറമുള്ളതാണ് നമ്മൾ പ്രാർത്ഥനയെ അബൗദ്ധികമാക്കി പറഞ്ഞത്. ജിന്നുമായുള്ള ബന്ധം, ജിന്നുമായുള്ള നമ്മുടെ ബന്ധം കാര്യകാരണ ബന്ധത്തിന്റെ ഇപ്പുറമാണ്. എന്നിട്ട് ജിന്നിന്റെ കഴിവുകൾ എണ്ണി പറയുന്നു. അപ്പൊ എന്തായി? നമുക്ക് ജിന്നിനോട് ചോദിക്കാം. പിന്നെ അത് ശിർക്കാണെന്നോ പ്രാർത്ഥനയുടെ വകുപ്പിൽ വരുമെന്നോ പറയാൻ കഴിയാത്തൊരവസ്ഥ വന്നു. സൃഷ്ടികൾക്ക് ആർക്കും കൊടുത്തിട്ടില്ലാത്ത കഴിവിനെ അഭൗതിക കഴിവുന്നവരുള്ളൂ. അപ്പൊ ജിന്നുകൾ നമ്മളെ അഭൗതികമായി സഹായിക്കുന്നില്ലേ എന്ന് പറയാൻ പാടില്ല. അത് അഭൗതികമല്ല, അത് കാര്യകാരണ ബന്ധത്തിനകത്തുള്ളതാണ്. അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതാണ്. ജിന്നുകളുടെ കഴിവ് നമ്മുടെ കഴിവിനേക്കാൾ അപ്പുറത്താണെങ്കിലും അത് അഭൗതികമല്ല. സൃഷ്ടികൾക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽപ്പെട്ടൊരു കഴിവ് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് നമ്മൾ സഹായിക്കാൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വന്ന് അവിടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്കറിയാലോ, വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിയാന്മാരെ എന്ന് വിളിച്ച് ജിന്ന് മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് നനച്ചുകൊണ്ട്, അങ്ങനെയാണ് ജബ്ബാർ മലി ഇസ്ലാഹിൽ എഴുതിയത്. ജിന്ന് മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് നനച്ചുകൊണ്ട്. അങ്ങനെ എഴുതാത്ത ചില സമാനമായ വരികൾ ഇങ്ങോട്ട് ആരോപിക്കാറുണ്ട്. ജിന്ന് മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് നനച്ചുകൊണ്ട് എന്ന വരിയാണ് അതിൽ അപകടം. അങ്ങനെ വേറെ ആരും മുജാഹിദ് പ്രസ്ഥാനത്തിൽ എഴുതിയിട്ടില്ല, ജബ്ബാർ മലി അല്ലാതെ. സക്കരിയ സലാഹിയെ പോലുള്ളവർ അത് ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരിപ്പോ ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ ഒരു വാചകമാണ് എടുത്ത് ദുർവ്യാഖ്യാനിക്കുന്നത്. ആ വാചകം എന്താണെന്നറിയോ? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതാണിപ്പോ വളരെ നമ്മൾ ശിർക്കിലേക്ക് എത്തി എന്ന് പറയാനുള്ള വലിയ തെളിവായിട്ട്. ഇപ്പൊ വിജനമായ പ്രദേശത്ത് നല്ലൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു, ആരുമില്ല. അപ്പൊ അയാൾ ഇങ്ങനെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണം അള്ളാന്റെ പടപ്പുകളെ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ, ഇത് മുസ്ലിയാക്കന്മാര് ചില റിപ്പോർട്ടുകൾ, ദുർബലമായ ചില റിപ്പോർട്ടുകൾ അവലംബിച്ചുകൊണ്ട് ഇസ്തിഹാസക്ക് തെളിവ് പറയുമ്പോൾ സാധാരണ നമ്മൾ മറുപടി കൊടുക്കാറുള്ളതാണ്. ആ റിപ്പോർട്ട് ദുർബലമാണ് മുസ്ലിയാരെ. മണ്ണാർക്കാട് വെച്ച് ഇവർ എടുത്തിട്ടു റിജാലു ഹൂസിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ പറഞ്ഞു റിജാല് സിക്കാത്തായതുകൊണ്ട് ഹദീസ് സഹിയാവൂല, അത് സഹിഹല്ല. ഇനി സഹിയാന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇങ്ങക്കതിൽ തെളിവില്ല. മലക്കും ജിന്നും ഒക്കെ ഇവിടെ ഉള്ള വസ്തുക്കളെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിൽ അവരിങ്ങോട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞു, അങ്ങനെ പറയൽ ഇസ്ലാമിലുണ്ടോ? നബി അങ്ങനെ മലക്കുകളെ അല്ലെങ്കിൽ ജിന്നുകളെ വിളിച്ച് പിന്നെ നബിയോ സഹാബികളോ ആരെങ്കിലും സഹായം തേടിയണോ മരുഭൂമിന്ന്? ഇല്ല, അങ്ങനത്തെ ഒരു റിപ്പോർട്ടും ഇല്ല. അത് ജിന്നില് അങ്ങനത്തെ ഒരു കൽപ്പനയില്ല. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്താലോ മുശ്രിക്കാവൂല. അത്രയും വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഇവരുടെ ഏറ്റവും വലിയ ജമിഅത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെത്തി. ഇങ്ങനെ ഇത് വന്നിട്ട് അവസാനം 20 എന്ന് പറയുന്ന തൗഹീദ് പോയത് ഇത് എവിടെ എത്തിയെന്നറിയാളെ? അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയത് ചക്കുകളെയും ജിന്നുകളെയും വിളിച്ച് കേടാം മറ്റേ മറിഞ്ഞ വഴിക്കുള്ള സഹായം അല്ലാന്ന് വരെ എഴുതിയാണ്. അപ്പൊ നമ്മളേക്ക് ആദ്യമായിട്ടുള്ള ഒരു അറിവാണ് മലക്കുകളെ തേടിയാൽ മലക്കിന് കൊടുത്ത പണിയൊക്കെ വിടാതെ ഒരാളെ സഹായിക്കാൻ പറ്റുമോ? അയ്യും കൊണ്ടുപോകണ ഒരു മലക്ക് മുട്ടായി പേര് കത്തുന്നു കണ്ടാല് അവിടെ വെള്ളം വരാൻ പോകും. അയാളെ അയ്യ പഠിച്ചോ പോയി കൽപ്പിച്ചു അയ്യാൾ കൊടുക്കാറിഞ്ഞ് അതുപോലെ അസറായിൽ ഇങ്ങനെ പോകുക അല്ലെ. അപ്പൊ ഇവിടെ പിന്നെ ഒരാൾ കിണറ്റിക്ക് വീഴുന്ന കണ്ടാല് അയാള് അസറായിൽ എന്നിട്ട് കയറ്റുവോ? മലക്കൊക്കെ ഓരോ പനിയല്ലേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്തൊരു പനിയല്ലേ മലയച്ചി അറിയുന്നത്. അതും കൂടി പിന്നെ വ്യതിചലിച്ചു. പ്രശ്നം ഒരുപാട് ചെറുപ്പക്കാര് വിഷയത്തിൽ വഴിതെറ്റി പോയിട്ടുണ്ട്. കഴിഞ്ഞ 100 കൊല്ലമായിട്ട് നമ്മൾ പ്രബോധനം ചെയ്യുന്ന ഒരു വിഷയമില്ലാത്തൊരു വിഷയം ഇവിടെ നികത്തി എഴുതിയായിട്ട് നികത്തിന്റെ മാർഗം എന്നിട്ട് മറ്റോലി നമ്മൾ തൗഹീദ് അറിയില്ല അറിഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ പറഞ്ഞ് തൗഹീദ് പറയില്ല എന്നാണ്. ഇപ്പൊ തൗഹീദൊക്കെ അവിടെ എത്തി. അവിടെ ജിന്ന് ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയോ? കണ്ണൂർ ജില്ലയില് മുഅദ്ദിൻ പള്ളിയിൽ കിടക്കാത്ത സംഭവം. 2ാം നിലയ്ക്ക് സ്ത്രീകള് നിസ്കാരത്തിന് കയറൂല അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ ജമാഅത്തിന് കുട്ടികൾ വരാത്തുണ്ട്. മൗലിദിന് പിശാചി വിളയാടും പറഞ്ഞിട്ട്. അങ്ങനെ
ഇത് കഴിഞ്ഞു ഇവര് സംവാദത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ ഇവർ പരാജയത്തിന്റെ ഇതിങ്ങനെ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഇത്തരം ഈ ഒരു വിഷയത്തിൽ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥ. ഈ സക്കരിയ സലാഹി തിരുവനന്തപുരത്ത് ഒരു മുഖാമുഖത്തില് ദുആവും ഇബാദത്തും രണ്ടാണ് എന്ന് വ്യക്തമായി പറഞ്ഞതിനെ തുടർന്ന് എല്ലാ ഇബാദത്തും ദുആ ആണ് എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ എല്ലാ ദുആവും ഇബാദത്താണ് എന്ന് പറഞ്ഞത് ദുആ മാത്രമല്ല ഇബാദത്ത്, ദുആ ഉള്ള വേറെ ഒരു കാര്യത്തിൽ ഇബാദത്താണ്. നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് ഇതൊക്കെ ഇബാദത്താണ്. ദുആ മാത്രമല്ല ഇബാദത്ത്. അതിലൊക്കെ ദുആ ഉണ്ടായിരിക്കാം എന്നല്ലാതെ അത് ദുആ മാത്രമല്ല. അതേതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ്, എല്ലാ ആരാധനയും പ്രാർത്ഥനയല്ല. അതാണ് അതിലുള്ള വ്യത്യാസം. പ്രാർത്ഥിച്ച ആൾക്ക് ഉത്തരം കൊടുക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ പ്രാർത്ഥിച്ച ആൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പ്രാർത്ഥിക്കപ്പെട്ട മഹാനും ചിലപ്പോൾ സാധിച്ചേക്കാം. ഇത് എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ കേൾപ്പിച്ചപ്പോ എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതോ എല്ലാ ദുആ വിഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞില്ല, അതന്നെ വലിയ കാര്യം എന്നാ. അസ്സലാമു അലൈക്കും. ഹലോ. അസ്സലാമു അലൈക്കും. തിരുവനന്തപുരത്ത് നിന്നാണേ. അല്ല മുഹമ്മദ്. അപ്പോ ഇവിടെ ഒരു മുഖാമുഖം നടന്നതിൽ വെച്ച് സക്കരിയ സലാഹി പറഞ്ഞു എല്ലാ ആരാധനകളും പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞു. എല്ലാ ആരാധനകളും പ്രാർത്ഥനയല്ല, എന്നാൽ എല്ലാ പ്രാർത്ഥനകളും ആരാധനകളാണ്. ഓനാ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ചോദിച്ചു നോക്കണ്ടേ എന്താണെന്ന്. അതെ, അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ചോദ്യം ചോദിച്ചു. ശരി, എല്ലാ പ്രാർത്ഥനയും ആരാധനയാണെന്ന് പറഞ്ഞല്ലോ. അതെ, അത് നന്നായി. പക്ഷെ എല്ലാ അള്ളാഹുവിനോട് മാത്രം. പിന്നെ പ്രാർത്ഥന അല്ലാത്ത വിഭാഗത്തിൽ എന്തെങ്കിലും ഓരോന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും പോയിന്റ് കണ്ടെത്തിണ്ടാവും. നമ്മളൊരു വാദപ്രതിവാദത്തിന്റെ വിഷയമൊന്നും അല്ല പതി. അതെ, അതൊരു കണ്ടെത്തല് പോലെയാണ്. അന്ന് ബന്ധപ്പെട്ട് അന്വേഷിച്ചു നോക്കി. പിന്നെ ആ പ്രാർത്ഥന അല്ലാത്ത ആരാധനകളുണ്ടോ, ഏതെങ്കിലും മതത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് അവനോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. അത് ശരി. ഹലോ, ഞാൻ അങ്ങനെ ചോദിച്ചായിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും പ്രാർത്ഥന അല്ലാത്ത ആരാധനകളാണെന്ന് പറഞ്ഞു. ശരിയല്ല, അതുപോലൊരു നിഗമനത്തിന്റെ പ്രശ്നമാണ്. നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഒക്കെ ഈ പ്രാർത്ഥനാ മനസ്സിലുണ്ട്. അതെ. അതിപ്പോ എന്താ, നമ്മളിപ്പോ സക്കാത്ത് കൊടുക്കാൻ ആർക്കെങ്കിലും പൈസ കൊടുത്തോണ്ട് മാത്രം സക്കാത്താവൂല, അതാവത്തില്ല. അതെ, അത് അതിൽ ഒരു അന്തർലീനമായ പ്രാർത്ഥന സക്കാത്തിന് വരെയുണ്ട്. അതെ, നോമ്പിലുണ്ട്, സക്കാത്തിലുണ്ട്. അപ്പോ നേർക്ക് നേരെ അള്ളാഹുമ്മ നോക്കിയിട്ടുള്ള ഒരു ഏർപ്പാടല്ല. അതെ എന്നുകൊണ്ടാണ് കാര്യത്തിലാവുണ്ടല്ലോ. ശരിയാ. പിന്നെ അതൊരു ശരിയായ ഒരു വ്യക്തിപരമായ ഒരു നിഗമനം മാത്രം. അത് ശരി. അസ്സലാമു അലൈക്കും. ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ അവസ്ഥയാണത്. അതിന്റെ വലിയ കാര്യമെന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടായി. ഇങ്ങനെ വന്നിട്ട് അവസാനം സുന്നികൾ സ്വാഗതം ചെയ്യുന്നിടത്തേക്കെത്തി. അമ്പലക്കടവ് അമീർ ഫൈസി ആദ്യം സ്വാഗതം ചെയ്തു ചാനലിൽ. ഇവരെ ഞങ്ങളെ ആദർശത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോരിന് വന്നു. മൂന്നാമത്തെ അടിസ്ഥാനപരമായ ഗൗരവതരമായ വിഷയം നമുക്കിവിടെ വിശകലനം ചെയ്യാം. അന്നൊരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നത് മഹാത്മാക്കൾ, അവർ മരിച്ചുപോയ മഹാന്മാരുടെ ആത്മാവുകളാണ്. അത്തരം ആത്മാവുകളിൽ നിന്ന് സഹായം സ്വീകരിക്കാം, അല്ലെങ്കിൽ സഹായം ലഭിക്കും എന്ന് പറയുന്ന സുന്നി വിഭാഗത്തിന്റെ വീക്ഷണം അന്ധവിശ്വാസമാണ്. മാത്രമല്ല, മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളായ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവിൽ പങ്കുചേർക്കലാണ്, ഷിർക്കാണ്, കുഫറാണ്, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കൊടും പാതകമാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ ജിന്നുകൾക്കും പിശാചുകൾക്കും അതുപോലുള്ള ഒട്ടനേകം സൃഷ്ടിജാലങ്ങൾക്കും മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നതോടുകൂടി, അംഗീകരിക്കുന്നതോടുകൂടി, സ്ഥിരീകരിക്കുന്നതോടുകൂടി പുതിയൊരു ക്രമപ്രശ്നം ഉയർന്നു വരുന്നു. മറഞ്ഞ വഴിക്ക്, അല്ലെങ്കിൽ അഭൗതികമായ വഴിക്ക്, അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്കും പിശാചുകൾക്കും ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുമെങ്കിൽ
അതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മഹാത്മാക്കൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് എന്ത് അസാംഗത്യമാണുള്ളത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറുഗ്രൂപ്പും സുന്നത്ത് ജമാഅത്തിന്റെ പ്രസിദ്ധീകരണവും ചോദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വിശദീകരണം നൽകാനാകാതെ പ്രതിസന്ധിയിലാക്കപ്പെട്ട ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ തത്വത്തിൽ മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സൃഷ്ടികൾക്ക് കഴിയുമെന്ന തീരുമാനം അംഗീകരിച്ചതോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദിൽ സുന്നത്ത് ജമാഅത്തുമായി ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ അകൽച്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തത്വത്തിൽ തൗഹീദിന്റെ വീക്ഷണത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗിക വിഭാഗം ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ അവർ പറയുന്നത് സൃഷ്ടികളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കാം, പക്ഷേ സൃഷ്ടികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്ന് വിശ്വസിക്കണം. രണ്ടാമതായി അള്ളാഹു നൽകിയ കഴിവിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത് എന്നാണ്. മഹാത്മാക്കളുടെ കാര്യത്തിൽ സുന്നി വിഭാഗം ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അവർ അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്ന് വിശ്വസിക്കണം, അള്ളാഹു നൽകിയ കഴിവിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത്. ഈ രണ്ടു പാതികൾ അംഗീകരിച്ചാൽ സൃഷ്ടികളോട് മറഞ്ഞ വഴിക്ക് ചോദിക്കാമെന്ന് അംഗീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് തത്വത്തിൽ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന് ഇനി മടിച്ചു നിൽക്കേണ്ടതില്ല. ഇതിനർത്ഥം തൗഹീദിന്റെ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തുമായി രാജിയായി കഴിഞ്ഞു എന്നതിലേക്കാണ് ഈ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇത്തരുണത്തിൽ കേരളത്തിൽ ഉടലെടുത്ത മുസ്ലിങ്ങൾക്കിടയിലെ ഭിന്നതകൾക്ക് പരിഹാരമാകാനുള്ള സാഹചര്യം തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിൽ മറഞ്ഞ വഴിക്ക് അള്ളാഹുവിന് മാത്രമേ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയൂ എന്ന് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചിരുന്നുവെന്നും, എന്നാൽ ആ വിശ്വാസം ദീർഘകാലത്തെ വിശ്വാസം തെറ്റായിരുന്നു. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമല്ല തന്റെ ചില സൃഷ്ടികൾക്കും സാധിക്കുമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്കിവിടെ അനുഭവത്തിലൂടെ കാണാൻ സാധിക്കും. അവർ പ്രസംഗിച്ച ഒരു ഉദാഹരണം നമുക്കിവിടെ കാണാം. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മുമ്പ് പറഞ്ഞു ഈ സലാസുല്ലം ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കും വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ് ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. തൗഹീദിന്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സുന്നി വിഭാഗത്തിന്റെ ആശയം അംഗീകരിക്കുന്നതോടുകൂടി അടിസ്ഥാനപരമായ വലിയ ഒരു ഭിന്നതയ്ക്ക് പരിഹാരമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സുന്നി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ ഈയിടെ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ മുജാഹിദ് സംഘടനകൾ സുന്നി വിഭാഗത്തിന്റെ ആശയം അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അവർക്ക് സുന്നി സംഘടനകളിൽ ലയിക്കാം എന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. ഈ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ തർക്കത്തിലേക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സംസാരിച്ചാൽ സുന്നി വിഭാഗത്തിന്റെ വീക്ഷണങ്ങൾ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. മുജാഹിദ് പ്രസ്ഥാനം സുന്നി സംഘടനയിൽ ലയിക്കുകയാണെങ്കിൽ അതിന്റെ അനുബന്ധമാണ് ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും. വഴിയെ അവർക്കും ലയിക്കാനാകും. ഒരു മുസ്ലിങ്ങൾക്കിടയിലുള്ള ഭിന്നതയിൽ ഒരു പുതിയ ധ്രുവീകരണത്തിലൂടെ വഴിതെളിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.